ആരാധനയ്ക്കായി ഞങ്ങളെ കൂട്ടുവരുത്തിയ ദൈവത്തിന്റെ കരുണയ്ക്കായി, കർത്താവിന്റെ ദയയ്ക്കായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലം ദിവസത്തിലായിരിക്കുന്നത് ഞങ്ങൾക്ക് അനുഗ്രഹമായിരിക്കാൻ, വിടുതലായിരിക്കാൻ കർത്താവ് ഇടയാക്കണമേ. ഹല്ലേലൂയ. അവിടുത്തെ നാമത്തിനും മഹത്വം ഞങ്ങൾ വെളിപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ സാന്നിധ്യം, മാറ്റമില്ലാത്ത ദൈവ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ ഞങ്ങളെ സഹായിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൃപാസനത്തിലേക്ക് ധൈര്യത്തോടെ അടുത്ത് വരുവാൻ, ഞങ്ങൾ വിടുതൽ പ്രാപിച്ചവരായി തീരുവാൻ, അനുഗ്രഹം പ്രാപിപ്പാൻ കർത്താവ് ഇടയാക്കണം. അതിനായി ഞങ്ങൾ തന്നെ സമർപ്പിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. രക്തത്താൽ കഴുകി ഞങ്ങളെ ശുദ്ധീകരിച്ചാട്ട് കൃപാസനത്തിലേക്ക് അടുത്ത് വന്ന കർത്താവെ ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ലല്ലോ. കർത്താവെ ശുദ്ധീകരണത്തോടെ ദൈവത്തിൽ അടുത്ത് വരുവാൻ ഹല്ലേലൂയ കർത്താവിനെ സഹായിക്കണം. Oh Lord, we seek your presence, O God. Holy Spirit, guide us, O Master. Hallelujah. As we are in your presence, we seek your face, O Master. Hallelujah. Help us, O Master. Bless us, O Master. Hallelujah. Oh God, we lift up your holy name. We bless your name, O Master. Hallelujah. Hallelujah. സ്വർഗ്ഗീയ പിതാവേ, തിരുസന്നിധിയിലെ മക്കളായി ഞങ്ങൾ അടുത്ത് വരുന്നു. അവിടുത്തെ സന്നിധാനത്തിൽ ആരാധനയ്ക്കായി ഞങ്ങളെ കൂട്ടിവരുത്തിയ ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി സ്തോത്രം. അവിടുത്തെ കരുണയും അവിടുത്തെ കരുതലും ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ ആഴത്തിൽ അനുഭവിച്ചറിയുവാൻ കർത്താവ് ഞങ്ങളെ ഇടയാക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ഇന്ന് പകൽക്കാലത്തെ ആരാധനയെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. ഇവിടുത്തെ സാന്നിധ്യം കൊണ്ട് ഈ ആരാധന നിറയ്ക്കണമേ. ദൈവകൃപ ഞങ്ങളിൽ പകരണമേ. ഞങ്ങൾ ആലയത്തിലായിരിക്കുന്നത് ഞങ്ങൾക്ക് അനുഗ്രഹമായി, വിടുതലായി, ദൈവത്തിന്റെ പ്രവൃത്തിയാക്കി തീർക്കണമേ. അവിടുത്തെ കൃപയെ ഞങ്ങളെ പൊതിയുന്ന അവിടുത്തെ ദയയ്ക്കായി സ്തോത്രം. ഇന്ന് സ്വതന്ത്ര പകൽക്കാലം ആലയത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. വഴിമധ്യായിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്, അവരെ സൗഖ്യത്തോടെ കൂട്ടിവിടുന്നു. ഇന്ന് കർത്താവ് ദിവസം ഞങ്ങളായിരിക്കുമ്പോൾ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ, ഞങ്ങളുടെ വിടുതൽ പ്രാപിക്കുവാൻ, ഞങ്ങൾ ദൈവനാമത്തെ ഉയർത്തുവാൻ, അവിടുത്തെ നാമത്തിന്റെ മഹത്വത്തിനായി ഞങ്ങൾ നിലകൊള്ളുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണം. അതിനായി ഞങ്ങളെ സമർപ്പിക്കുന്നു. മാനവ മഹത്വം അങ്ങേക്ക്. ശുശ്രൂഷകളെല്ലാം ആദരിക്കും. പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പ് ചോദിക്കുന്നു. യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിൽ വന്ദനം. നമുക്ക് ദിവസത്തിൽ ഈ പ്രതികൂലമായ കാലാവസ്ഥയിൽ കൂടി വരുവാൻ കർത്താവ് ഇടയാക്കിയാലും രാവിലെ എത്രത്തോളം നല്ല ഒരു ബദൽ കർത്താവ് നൽകി തന്നത് ഓർത്ത് നമുക്ക് സ്തുതിക്കാം. പ്രാരംഭത്തില് ഒരു പാട്ട് പാടി നമുക്ക് ദൈവത്തെ ആരാധിപ്പാൻ കർത്താവ് ഇടയാക്കി തീർക്കട്ടെ. സ്തോത്രം. കർത്താവിന്റെ നാമത്തിന് മഹത്വത്തിനായി നമ്മെ സമർപ്പിച്ചുകൊണ്ട് ഇന്ന് പകൽക്കാലം സ്തോത്രം വിശുദ്ധ ആരാധനയ്ക്കായി നമ്മെ തന്നെ ദൈവങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് ചേർന്ന് പാടാം. ഹല്ലേലൂയ. എല്ലാം അങ്ങേ മഹത്വത്തിനായി, എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കായി എന്നുള്ള ആ പാട്ട് പഴയകാലം ചേർന്ന് പാടി നമുക്ക് സ്തോത്രം ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ഇന്ന് പകൽക്കാലം ആരാധിക്കാം. സ്തോത്രം. എല്ലാം അങ്ങേ മഹത്വത്തിനായി, എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമായി Stay
നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാമല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. Jesus, ദൈവകൃപ, ദൈവകൃപ. For coming into our, giving us opportunity to come into thy midst, Lord. Hallelujah. To worship you in truth and spirit, Lord. Hallelujah. Praise the Lord. Praise the Lord. You have led us entire week wonderfully. Praise and thank you, Lord. Hallelujah. Keeping us away from accidents, Lord, sickness and weakness and everything, and Lord. Praise and thank you, Lord. Hallelujah. Praise the Lord. Praise the Lord. Because we believe in you, Lord. Jesus. We believe in the true God, Lord. Hallelujah. Praise the Lord. Praise the Lord. We are nothing, your Master. It's just the privilege you have given us to worship you, Lord. Hallelujah. Nothing to be proud of, Jesus. Hallelujah. We are sinful men, Lord. Hallelujah. Praise the Lord. Hallelujah. We seek your redemption, Lord. Hallelujah. We seek the salvation once again, Lord. Hallelujah. Master, forgive us, Lord. Hallelujah. Praise the Lord. Praise the Lord. Hallelujah. 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 Lord, Master. Hallelujah. Praise the Lord. Strengthen our inner man, Lord. Hallelujah. Praise the Lord. Praise the Lord. Praise the Lord. Hallelujah. Praise the Lord. In our comings and goings, in our talks, in our walks, Lord. Hallelujah. In our thoughts, help us to reflect Christ, Lord. Hallelujah. Only thy character should be reflected through us, Lord. Hallelujah. Take us away all the things, Lord, which is not of Christ, Lord. Hallelujah. All the pride, Lord. All the things which belongs to the Savior, Lord, should be taken away from us, Lord. Hallelujah. Give us the strength to worship you, Lord. Give us the faith, Lord. Hallelujah. Give us the humility to understand that we are just clay, Lord. Hallelujah. It is only thy grace we must have in the presence, Lord. Amen. Mighty God, once again we submit you, Lord. Thank you for being in our midst, Lord, in the worship service, Lord. Hallelujah. Rest of the meetings under thy hands we give us. Hallelujah. Jesus, Lord, empower all the people who are in service. Hallelujah. We submit pastor and family under thy hands, Lord. The choir under thy hands, Lord. Hallelujah. Praise the Lord. Our children who are going to say the memory verse under thy hands, Lord. Hallelujah. Lord, hallelujah. Help us to forget the past, Lord. Help us to move forward, Lord. Hallelujah. Praise the Lord. Strengthening our inner man, that should be our aim, Lord. Hallelujah. Praise the Lord. Praise the Lord. Praise the Lord. We submit all these things under thy hands. Yes. Let the sermon service be blessed, Lord. Father. The word of God which we hear, Lord. Father. Hallelujah. Should be strengthening us, Yes, Lord. Lord. Cut away all the dirt, Lord, which is not needed for your glory, Lord. Hallelujah. Master. Praise the Lord. Once again we submit, Lord. Hallelujah. Let's strengthen our children, Lord. We have got YB coming up, Lord. Hallelujah. Our children should be confident, Lord. Give them the power of Christ, Lord. To be, Lord. Hallelujah. To be witnesses across the world. Hallelujah. Bless them in abundance, Lord. Forgive our sins, Lord. Our curse should not be upon them, Lord. Hallelujah. Master. Bless them, Lord. Hallelujah. Praise the Lord. In the sweet and blessed name of Lord Jesus we ask. ആമേൻ. പ്രാർത്ഥന കേട്ടതിനാൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് ദിവസം എഴുന്നേൽക്കാം. 80-ാം സങ്കീർത്തനം വാക്യപ്രതിഗാനമായി പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. Psalm 80. We will read this psalm responsibly and give glory to. എല്ലാവർക്കും ദിവസം എഴുന്നേൽക്കാം. Psalm 80 സ്തോത്രം. 80-ാം സങ്കീർത്തനം. Praise the Lord. ആട്ടിൻകൂട്ടത്തെ പോലെ യോസേഫിനെ നടത്തുന്നവനായി ഇസ്രായേലിന്റെ ഇടയനായുള്ളവേ ചെവിക്കൊള്ളണമേ. കിരുവിന്മേൽ അധിവസിക്കുന്നവനെ പ്രകാശിക്കണമേ. ദൈവമേ, ഞങ്ങളെ സ്ഥാനപ്പെടുത്തണമേ. ഞങ്ങൾ രക്ഷപ്പെടേണ്ടത് തിരുമുഖം പ്രകാശിപ്പിക്കണമേ. നീ അവർക്ക് കണ്ണുനീരിന്റെ അപ്പം തിന്മാൻ കൊടുത്തിരിക്കുന്നു. അനവധി കണ്ണുനീർ അവർക്ക് കുടിപ്പാനും കൊടുത്തിരിക്കുന്നു. ശൈലിയുടെ ദൈവമേ, ഞങ്ങളെ സ്ഥാനപ്പെടുത്തണമേ. ഞങ്ങൾ രക്ഷപ്പെടേണ്ടത് തിരുമുഖം പ്രകാശിപ്പിക്കണമേ. നീ അതിന് തടമെടുത്തു, അത് വേരൂതി ദേശത്ത് പടർന്നു. അത് കൊമ്പുകളെ സമുദ്രം വരെ, ചില്ലകളെ നദി വരെ നീട്ടിയിരുന്നു. കാട്ടുപന്നി അതിനെ മാറ്റിക്കളയുന്നു, വയലിലെ മൃഗങ്ങളെ തിന്നുകളയുന്നു. നിന്റെ വലങ്കായി നട്ടിട്ടുള്ളതിനെ നീ നിനക്കായി വളർത്തിയ തയ്യെ പാലിക്കണമേ. നിന്റെ കൈ നിന്റെ വലത്ത് ഭാഗത്തെ പുരുഷന്റെ മേൽ, നീ നിനക്കായി വളർത്തിയ മനുഷ്യപുത്രന്റെ മേൽ തന്നെ ഇരിക്കട്ടെ. വാക്യം ചേർത്ത് വായിക്കാം. സൈനികളുടെ ദൈവമായ യഹോവേ, ഞങ്ങളെ സ്ഥാനപ്പെടുത്തണമേ. ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിന് തിരുമുഖം പ്രകാശിപ്പിക്കണമേ. Hallelujah. Restore us, O Lord of hosts. Hallelujah. Let our face shine upon us that we may be saved. Hallelujah. ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിന് Hallelujah. സൈനികളുടെ ദൈവമായ യഹോവേ,
ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ. ഹല്ലേലൂയ. ഇത് പകൽക്കാലം ദൈവത്തിന്റെ യഥാസ്ഥാനം. ഹല്ലേലൂയ. കർത്താവിന്റെ കരം. ഹല്ലേലൂയ. Praise the restoration that springs forth from our Lord. ഹല്ലേലൂയ. ഈ ദൈവസഭയുടെ മേൽ വെളിപ്പെടേണ്ടതിനായി നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാം. ഒരുമിച്ച് ദൈവത്തെ സ്തുതിച്ചാണ് ദൈവങ്ങളിലേക്ക് നമ്മെ സമർപ്പിക്കാം. ഹല്ലേലൂയ. നമ്മൾ നിൽക്കുന്നതിന് മുമ്പിൽ we are going to sing an English song. ഹല്ലേലൂയ. നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരുമിച്ച് പാടി ദൈവത്തെ ആരാധിപ്പാൻ. ഹല്ലേലൂയ. We are going to sing. നമുക്ക് ഒരുമിച്ച് അല്പസമയം ദൈവത്തെ സ്തുതിക്കാം. വേറൊരു കടന്നു വരും. നമ്മൾ ഇംഗ്ലീഷ് കോറസ് പാടി ഒരുപാട് പ്രൈസ് ആൻഡ് വർഷിപ്പ് സോങ്ങിലേക്ക് നാം നീങ്ങുമ്പോൾ ഇന്ന് പകൽക്കാലം ആരാധന വെളിപ്പെടുവാൻ. ഹല്ലേലൂയ. You can stand it. ഹല്ലേലൂയ. സ്തോത്രം. ആരാധന വെളിപ്പെടുവാൻ കർത്താവ് ഇടയാക്കേണ്ടതിനായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എല്ലാവരും ഒരു നിമിഷം ദൈവങ്ങളിലേക്ക് ആരാധനയ്ക്കായി നിങ്ങളെ സമർപ്പിച്ചാട്ട് ഹല്ലേലൂയ. സ്തോത്രം. സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ഒരു തലമുറ ഈ ദേശത്ത് എഴുന്നേൽക്കുവാനിടയായി തീരണം. ഹല്ലേലൂയ. അതിനായി ദൈവങ്ങളിലേക്ക് നമ്മെ സമർപ്പിക്കാം. ഇതിന് പകൽക്കാലം ഹല്ലേലൂയ ആരാധന വരുമ്പോൾ ദൈവമഹത്വം വരുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ തലമുറയും അതിൽ പങ്കുകൊള്ളുവാൻ ഹല്ലേലൂയ. സ്തോത്രം. ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ. ഹല്ലേലൂയ. കർത്താവ് ഇടയാക്കട്ടെ പ്രിയ സഹോദരങ്ങളെ. ഹല്ലേലൂയ. ഇംഗ്ലീഷ് പ്രൈസ് ആൻഡ് വർഷിപ്പ് ലീഡിംഗ്. ഹല്ലേലൂയ. Hallelujah. I invite everybody to our English service today morning. I want to start with a verse which is Isaiah chapter 46 verses 9. Remember the things I have done in the past, for I alone am God. I am God and there is none like me. Yes. So we worship a God. Amen. When we look into our past, we always deliver us. No matter what problems we have been through, no matter what difficulties we have faced, no matter what tough trials we have been through, God has always been present there for us. And the main thing that our kids need to know that is, even in the future, when we are going to be faced with a lot of problems, our God is our healer. He is our deliverer. Yes. He is an awesome God. He is the only one that can deliver us from all our difficulties. Yes, Lord. Hallelujah. No person on this earth, there is no type of material, there is no any sort of pastors, our parents, our church members. Nobody can deliver us like the way God delivers us. And I request all you believers to sing with us this song about how awesome, how great our God is. Hallelujah.
God is great. Hallelujah. He turned water into wine. Oh, He healed the blind. He healed the sick. Hallelujah. And He restores our soul. Hallelujah. This morning we are in the presence of God. Dear children, I would like to encourage you. Oh, God is an awesome God. He shall never forsake us. He shall never leave us. Hallelujah. No matter what other challenges that are coming against you. Hallelujah. Oh, what other things are troubling you this morning. But one thing is very sure. Our God is faithful. Hallelujah. Let us thank God for His faithfulness in our life. Hallelujah. No matter what we are going through. Hallelujah. Oh, God knows our heart. Hallelujah. And He is the one who blesses us. He is the one who restores us. In the Hallelujah. Oh, gracious Lord, Heavenly Father, we thank you and we praise you. Hallelujah. We are here in your presence. We are here in your awesome presence, oh God. You are great. We are here to declare your greatness, oh God. Hallelujah. And we declare that you are an awesome God. You are a faithful God. And we experience your faithfulness in and through our lives, oh Master. Hallelujah. We submit our dear children into the mighty hands of God. Oh, strengthen our dear children. Fill them with your anointing so that they can worship you in spirit and truth, oh Master. Hallelujah. Fill their hearts and minds, oh God. Hallelujah. The power of the Holy Spirit. Oh, hallelujah. They shall experience in their life, oh Master. Oh, hallelujah. Not anyone among us, oh God, not a single person, hallelujah, shall, hallelujah, be away from experiencing your presence, oh God. As we gather together in your presence, as we experience your presence, as we worship you in spirit and truth, we pray that our dear children, hallelujah, there shall be a blessing, oh God, in the coming days, oh God. The praise and worship session, hallelujah, there shall be a blessing, hallelujah. The work of the Holy Spirit shall be in our midst, oh Master, hallelujah. We worship your holy name. We glorify your holy name. You are great, oh Master. Hallelujah. Oh, we glorify your holy name. We bless your name, oh Master. Rest of the time of the worship we submit into the mighty hands. Thank you, Lord, for hearing your prayers. In Jesus' mighty name we pray. Amen. Please be seated. Hallelujah. God bless you. Thank you, worship team, for the wonderful song. God bless you. Hallelujah. Let us come back to the psalm that we just read. സംഗീതത്തിന്റെ ഭാഗത്തേക്ക് നമുക്ക് മടങ്ങി വരാം. സ്തോത്രം. ഹല്ലേലൂയ. Praise the Lord. Hallelujah. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഈ പ്രകാരം praise and worship ആരംഭിക്കുവാൻ കർത്താവിന്റെ ആത്മ കൃപയ്ക്കായി സ്തോത്രം. It is not just we are going to do it as just singing, but as we take part, all of those people who can sing this along with it. We usually sing the familiar songs of praise and worship. നമുക്ക് സാധാരണ അറിയാവുന്ന പാട്ടുകളാണ്, ഇംഗ്ലീഷ് പാട്ടുകൾ പാടി സ്തോത്രം to accommodate everyone. Hallelujah. As the church grows, as we advance in our journey, hallelujah, we will have challenges. At the same time we will have blessings also. Hallelujah. And we have to consider our dear children, and thank you, dear church, for bringing this up, and those who suggested this, and we thank all of you. Hallelujah. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇത് പകൽക്കാലം ദൈവത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ പ്രതികൂലമായ ഒരു കാലാവസ്ഥ കഴിഞ്ഞ ദിവസങ്ങൾ ഉണ്ടായിരുന്നു. സ്വന്തം സ്നോ അധികമായി നമ്മളെ ബുദ്ധിമുട്ടിച്ചില്ലെങ്കിലും സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് വളരെ ലോ ടെമ്പറേച്ചർ അനുഭവപ്പെടാനായി കഴിഞ്ഞ രാത്രികളൊക്കെ വളരെ മൈനസ് ടെമ്പറേച്ചർ. രാവിലെ കാലത്ത് നല്ല മനോഹരമായ ഒരു കാലാവസ്ഥ. എത്ര സ്തോത്രം. ഹല്ലേലൂയ. ബ്രൈറ്റ് ആയിട്ടുള്ള സ്തോത്രം. അതാണ് കൊളറാഡോയുടെ ഒരു ബ്ലെസ്സിംഗ് എന്നുള്ളത്. സ്തോത്രം. ഹല്ലേലൂയ. We have 300 days of sun, and we are a blessed people in that case. Many places in the United States we cannot experience this, but in Colorado we are blessed to have sunlight all throughout the year, 300 days. So ഇന്ന് പകൽക്കാല ദൈവസന്നിധിയിൽ ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് കൂടി വരുവാൻ കർത്താവ് നമ്മെ സഹായിച്ചു. രാവിലെ കാലം പ്രകൃതി നമുക്ക് എത്രത്തോളം അനുകൂലമാക്കി തീർത്ത കൃപയ്ക്കായി ദൈവത്തെ സ്തുതിച്ചാണ്. ഹല്ലേലൂയ. എത്രത്തോളം നാമത്തിൽ ദൈവസന്നിധിയിൽ ഇരുന്ന് ദൈവത്തെ ആരാധിപ്പാൻ കർത്താവ് നമ്മെ ഇടയാക്കുന്ന കൃപയ്ക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. 80-ാം സങ്കീർത്തനം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആസാഫിന്റെ ഒരു സങ്കീർത്തനമാണ്. ഹല്ലേലൂയ. It is a psalm of restoration. പ്രൈസ് ദി ലോർഡ്. ഉദ്ധരിക്കണമേ കർത്താവേ, ഞങ്ങളുടെ മേൽ മുഖം പ്രകാശിപ്പിച്ച് ഞങ്ങളെ ജീവിപ്പിക്കണമേ. നീ നട്ട മുന്തിരിയെ, ഹല്ലേലൂയ, മുന്തിരി വള്ളിയെ നീ കടാക്ഷിക്കണമേ എന്ന് പറഞ്ഞ് ഇസ്രായേലിന്റെ ഉദ്ധാരണത്തിനായി ഹല്ലേലൂയ താൻ പാടിയ ഒരു സംഗീതമാണ്, ഒരു പാട്ടാണ് 80-ാം സങ്കീർത്തനം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ സ്തോത്രം. ദൈവത്തിന്റെ ജനം, ദൈവം തിരഞ്ഞെടുത്ത ദൈവത്തിന്റെ ജനം, ആട്ടിൻകൂട്ടത്തെ പോലെ അവരെ നടത്തിയ ജനം. ഹല്ലേലൂയ. ഇസ്രായേലിന്റെ ഇടയനായ ദൈവം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അവരുടെ നല്ല ഇടയനായ കർത്താവ്. ദാവീദിന്റെ 23-ാം സങ്കീർത്തനത്തോട് ചേർത്ത് വായിച്ചാൽ ഹല്ലേലൂയ, നമ്മുടെ ഇടയനായ കർത്താവ്. ഹല്ലേലൂയ. ആ ദൈവം സ്തോത്രം. ആ ദൈവത്തോട് ആസാഫ് പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണം. ഞങ്ങൾ രക്ഷപ്പെടേണ്ടത് തിരുമുഖം പ്രകാശിപ്പിക്കണം. ഹല്ലേലൂയ.
പ്രിയമുള്ളവരെ, ആരുടെയൊക്കെ മുഖം നമ്മുടെ മേൽ പ്രസന്നമായി തീർന്നാലും ഹല്ലേലൂയ അതിൽ കാര്യമില്ല. എന്റെ ദൈവത്തിന്റെ മുഖം നമ്മുടെ മേൽ പ്രസാദിച്ചാലേ നാം രക്ഷപ്പെടുകയുള്ളൂ. രക്ഷപ്പെടുകയുള്ളൂ. ഹല്ലേലൂയ. ഇതിനകത്തെ കാലം മാനുഷിക വാക്കുകൾ പലപ്പോഴും നമ്മളെ മനുഷ്യരെ പ്രീതിപ്പെടുത്തുവാൻ പലപ്പോഴും പലതും ചെയ്തു കൂട്ടും. എന്നാൽ ഹല്ലേലൂയ ഒരു കാര്യം നാം മനസ്സിലാക്കിക്കോണം, ദൈവത്തിന്റെ മുഖപ്രകാശം നമ്മുടെ മേലുണ്ടെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം. ദാവീദ് ഗോലിയാത്തിന്റെ അടുക്കലേക്ക് ചെന്നപ്പോൾ എല്ലാവരും വിചാരിച്ചു ഇപ്പം തീരും. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ ദൈവത്തിന്റെ ആ മുഖപ്രകാശം അവന്റെ മേൽ ഉണ്ടായിരുന്നതുകൊണ്ട്, because God was pleasing in him. The enemy was working against him. ശത്രു അവനെതിരെ വെല്ലുവിളി ഉയർത്തി. പാളയത്തിലുള്ള പലരും സംസാരിച്ചു കാണും, ഈ കൊച്ചിറക്കതിന്റെ ആവശ്യമുണ്ടോ? ഹല്ലേലൂയ സ്തോത്രം. ഇപ്പൊ അവന്റെ കൈയാൽ തീരും. എന്നാൽ ദൈവത്തിന്റെ മുഖപ്രകാശം അവന്റെ മേൽ ഉണ്ടായിരുന്നതുകൊണ്ട്, ദൈവിക അഭിഷേകം അവന്റെ ഉണ്ടായിരുന്നതുകൊണ്ട്, ഇന്നലെ നാം കേട്ടതുപോലെ അവന്റെ അകത്തെ മനുഷ്യൻ ബലപ്പെട്ടതായിരുന്നതുകൊണ്ട്, ആത്മാവിന്റെ ശക്തി അവന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നതുകൊണ്ട്, ഹല്ലേലൂയ സ്തോത്രം, മാനുഷികമായി യാതൊരു തരത്തിലും സംഭവിക്കുവാൻ സാധ്യതയില്ലാത്ത ഒരു ജയം ഹല്ലേലൂയ ഇസ്രായേലിന് ദൈവം കൊടുത്തു. ഹല്ലേലൂയ. അവിശ്വസ്തനായ, അഭിഷേകം നഷ്ടപ്പെട്ട, ദൈവത്തെ അനുസരിക്കാത്ത ശൗലിന്റെ നേതൃത്വത്തിലായിരുന്നപ്പോൾ തന്നെ ദാവീദിന് മൂലം ദൈവം ഇസ്രായേലിന് ഒരു ജയം നൽകി. പ്രിയമുള്ളവർ, ഇതാണ് ദൈവത്തിന്റെ പ്രവൃത്തി. ദൈവത്തിന്റെ മുഖപ്രകാശം നമ്മുടെ മേൽ ഉദിച്ചാൽ ഉള്ള വ്യത്യാസം. ഹല്ലേലൂയ. ഇവിടെ ആ മുന്തിരിവള്ളിയെ നട്ട ചരിത്രമൊക്കെ പറയുന്നുണ്ട്. നീനെ തടമെടുത്തു നട്ടു, അതിനെ വളരുമാറാക്കി. ഹല്ലേലൂയ. നമ്മൾ ഓർത്തു വയ്ക്കേ, കഴിഞ്ഞ വർഷങ്ങളിൽ 2017 ഞാൻ ഇവിടെ വന്ന സമയം മുതൽ ഹല്ലേലൂയ ദൈവം നമുക്ക് വേണ്ടി ചെയ്ത പ്രവൃത്തി ഓർത്താൽ, ഓ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്, ഒരു വേലിയില്ലാതെ, ഒരു വട്ടച്ചുവടില്ലാതെ നാം അതിനെ കിടന്നപ്പോൾ നമ്മെ അവൻ നട്ടു. ഹല്ലേലൂയ. നമ്മുടെ മേൽ വെള്ളം പകർന്നു. നാം പ്രാർത്ഥിച്ചതിനെല്ലാം മറുപടി തന്നു. ഹല്ലേലൂയ. നമ്മുടെ വിഷയങ്ങളുടെ മേൽ മറുപടി തന്നു. ഈ മുന്തിരിവള്ളിയെ കടാക്ഷിച്ചു. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ നാമത്തിൽ ഓർക്കണം, കർത്താവേ, നീ നട്ടതിനെ, നീ നട്ട കൈയെ നീ പരിപാലിക്കണമേ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നിട്ട് പറയുക, ഇതൊക്കെ ഈ പ്രതികൂലങ്ങളൊക്കെ ഉള്ളപ്പോഴും, ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ളപ്പോഴും ഹല്ലേലൂയ സ്തോത്രം, സൈന്യങ്ങളുടെ യഹോവേ തിരിഞ്ഞു വരണമേ. സ്വർഗത്തിൽ നിന്ന് നോക്കി കടാക്ഷിച്ച് ഈ മുന്തിരിവള്ളിയെ സന്ദർശിക്കണമേ. ഇതുപോലെ നമ്മുടെ പ്രാർത്ഥന ഇതായിരിക്കട്ടെ, കർത്താവേ ഞങ്ങളെ നീ സന്ദർശിക്കണം. ഓ ഹല്ലേലൂയ. വ്യസനത്തുള്ള മാർഗം ഞങ്ങളുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ ഞങ്ങൾ നടത്തണം. ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണം. ആരാധനയിൽ ഞങ്ങൾക്ക് യഥാസ്ഥാനം നൽകണം. ഓ ഹല്ലേലൂയ. ഓ കൂട്ടായ്മയെ ഞങ്ങൾക്ക് യഥാസ്ഥാനം നൽകണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. റെസ്റ്റോറേഷൻ ഓഫ് വർഷിപ്പ്, റെസ്റ്റോറേഷൻ ഓഫ് ഫെലോഷിപ്പ്. ഹല്ലേലൂയ. പകൽക്കാലം ഹല്ലേലൂയ ബന്ധങ്ങളിൽ ഞങ്ങൾക്ക് യഥാസ്ഥാനം നൽകണം. ഹല്ലേലൂയ. സ്നേഹത്തിൽ ഞങ്ങൾക്ക് യഥാസ്ഥാനം നൽകണം. അങ്ങയെ സേവിക്കുന്നതിൽ, അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നതിൽ ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണം. ഹല്ലേലൂയ. എന്നിട്ട് പറയുന്നു, ഞങ്ങൾ നിന്നെ വിട്ടു പിന്മാറുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ജന്മശാല ദിവസത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ ഒരു തീരുമാനമാണ്, കർത്താവേ, ഞങ്ങൾ നിന്നെ വിട്ടു പിന്മാറുകയില്ല. നീയാണ് ഞങ്ങളെ വിളിച്ചത്. ആരൊക്കെ മാറിപ്പോയാലും, ആരൊക്കെ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് നിന്നെ വിട്ടുപോയാലും, ആരൊക്കെ ഇസ്രായേലിന്റെ ദൈവം ഞങ്ങളെ ശിക്ഷിച്ചു പറഞ്ഞ ഹല്ലേലൂയ, ആരൊക്കെ ഹല്ലേലൂയ വശംഗതരായാലും, നിരാശയോടെ ഞങ്ങൾ ദൈവസന്നിധിയിലായിരിക്കുമെങ്കിലും ഹല്ലേലൂയ പലപ്പോഴും നിരാശയുടെ, വേദനയുടെ, ദുഃഖത്തിന്റെ ഒക്കെ പ്രയാസങ്ങൾ ഞങ്ങളുണ്ടായാലും ഞങ്ങൾ ഒരു തീരുമാനമെടുക്കുക, ഞങ്ങൾ നിന്നെ വിട്ട് പിന്മാറുകയില്ല. ഞങ്ങളെ ജീവിപ്പിക്കണമേ. We shall not turn back from you. പ്രിയമുള്ളവരെ, ദൈവ സാന്നിധ്യം വിട്ടുപോയാൽ, ദൈവ സാന്നിധ്യത്തിൽ നിന്ന് നാം ഇറങ്ങിപ്പോയാൽ, ദൈവ സാന്നിധ്യത്തിൽ നാം ദൂരത്ത് പോയാൽ പിന്നെ മടങ്ങി വരൂ പ്രയാസമാണ്. പിന്നെ മടങ്ങി വരൂ പ്രയാസമാണ്. എന്നാൽ ഞങ്ങൾ നിന്റെ നാമത്തെ വിളിച്ചത്. പ്രിയമുള്ളവരെ, നമ്മുടെ ഉദ്ദേശം ദൈവത്തെ ആരാധിക്കുക എന്നുള്ളതാണ്. ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നുള്ളതാണ്. ദൈവത്തിന്റെ ആരാധന കഴിക്കുന്നതിൽ നിന്ന്, ദൈവത്തിന് മഹത്വം കൊടുക്കുന്നതിൽ നിന്ന് നാം അകന്നു പോയാൽ പിന്നെ there is no purpose of we fellowshipping together. നമ്മൾ ഒരുമിച്ച് കൂടുതൽ ഒരു അർത്ഥവുമില്ല. അതുകൊണ്ട് പറയാൻ പ്രാർത്ഥിക്കുക, ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തുക. പ്രിയമുള്ളവരെ, അതിൽ നാം ദൈവത്തിൽ കടന്നു വരുന്നത്, നമ്മുടെ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ച് നാം ദൈവത്തിൽ കടന്നു വരുന്നത് ദൈവത്തെ ആരാധിക്കണം. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. ഒരു തലമുറയിൽ ദേശത്തെ ഹല്ലേലൂയ സ്തോത്രം. അനേക ഹല്ലേലൂയ ആത്മീയ കൂട്ടായ്മകൾ ചിതറിപ്പോയ ഒരു പട്ടണമായിരിക്കുന്നത്. ഈ പട്ടണത്തിന്റെ അടിയൊഴുക്കുകൾ അറിയാത്തവരല്ല നമ്മൾ. ഓ പർവ്വത ശക്തികൾ, അടിയൊഴുക്കുകൾ ഈ ദേശത്തുണ്ട്. എന്നാൽ അതിന് വശംഗതരാകാതെ, അതിന് വഴിപ്പെടാതെ ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ യഥാസ്ഥാനപ്പെടുത്തണമെന്ന പ്രാർത്ഥനയോടെ നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥന ഉണ്ടാകണം. ഹല്ലേലൂയ. വ്യക്തിപരമായി നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളിലൊക്കെ ഹല്ലേലൂയ, കുടുംബമായി നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളിലൊക്കെ, ദൈവസഭയായി നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളിലൊക്കെ
ഹല്ലേലൂയ, ആ ദൈവത്തിന്റെ ഒരു സാന്നിധ്യം ഹല്ലേലൂയ ഉണ്ടായിരിക്കുന്നവരുടെയാണ്. ദൈവത്തിന്റെ ഹിതം ഉണ്ടായിരിക്കണം. അതിനായി നമ്മെ ദൈവങ്ങൾ സമർപ്പിക്കാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്വർഗീയ പിതാവേ, ഇന്ന് പകൽക്കാലം ഞങ്ങളെ കേൾപ്പിച്ച ആലോചനയ്ക്കായി സ്തോത്രം. കർത്താവ്, ഞങ്ങളെ അങ്ങ് യഥാസ്ഥാനപ്പെടുത്തണം. Restore us, Lord. ഹല്ലേലൂയ. ഞങ്ങൾ ജീവിക്കേണ്ടതിന്, ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിന് തിരുമുഖം ഞങ്ങളുടെ മേൽ പ്രകാശിക്കണം. അതിനായി ഞങ്ങൾ ദൈവങ്ങളിൽ സമർപ്പിക്കുന്നു. ദൈവസഭയെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. നീ തന്ന വഴിയെ അങ്ങ് കടാക്ഷിക്കുന്ന ദൈവമാ, അവിടുത്തെ കൃപ ഞങ്ങളുടെ മേൽ പകരണം. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശു കർത്താവിന്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ. കുഞ്ഞുങ്ങൾ മുന്നോട്ട് കടന്നു വരും. മെമ്മറി വേഴ്സ് പറയും. Let the children come forward and they will say, they shall say the memory verses. Hallelujah. And we will pray for them. Praise the Lord. John 3 verses 16. For God so loved the world that he gave his one and only Son, that whoever believes in him shall not perish but have eternal life. Psalm 27:1. The Lord is my light and my salvation, whom shall I fear? Even there your hand shall lead me, and your right hand shall hold me. If I say, surely the darkness shall fall on me. Psalms 139 verses 10 and 11. Praise God, Jesus. Hallelujah. O Lord of Lords, thou doest these and goodness, and may save wonder. Praise God. Hallelujah. Psalm 121, 8. The Lord will protect your coming and going, both now and forever. Fear not, for I am with you. Be not dismayed. I will strengthen you, yes, I will help you. I will uphold you with my righteous right hand. Praise God. Isaiah 41 verses 10. Praise God. 1 Peter 5:7. Cast all your anxiety on him, for he cares for you. Praise God. Hallelujah. Blessed is the man who endures temptation, for when he has been approved, he will receive the crown of life which the Lord has promised to those who love him. Let no one say when he is tempted, I am tempted by God, for God cannot be tempted by evil, nor does he himself tempt anyone. James 1 verse 12 and 13. Matthew 7 verses 7 and 8. Ask and it will be given to you, seek and you will find, knock and the door will be opened to you. For the one who asks receives, the one who seeks will find, the one who knocks the door will be opened. Psalm 21 verses 3 to 4. For you are my rock and my fortress. Therefore, for your name's sake, lead me and guide me. Pull me out of the net which they have secretly laid for me, for you are my strength. Praise If a God. man has 99 sheep and one of them goes astray, does he not leave the 99 in the mountains and go to find the one that has gone astray? And if he finds it, truly, truly, I say to you, he rejoices over it more than the 99 who did not go astray. Therefore, it is not the will of my Father in heaven that one of these little ones should go astray. Matthew 18 verses 12 to 14. Praise God. Hallelujah. Fight the good fight of faith and hold on to your eternal life in which you have been chosen, and without which the commission that you have made, the good commission that you have made, in front of many, many witnesses. 1 Timothy verses 6 to 12. Praise God. Thank you. അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസം സ്വർഗ്ഗമാണ്. എന്റെ നിത്യമാം വീട്, എന്റെ നിത്യമാം വീട്. ഓ, അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസം സ്വർഗ്ഗമാണ്. എന്റെ നിത്യമാം വീട്, എന്റെ നിത്യമാം വീട്. കാലം I
വായിക്കുന്നുള്ളൂ. സ്തോത്രം, ഹല്ലേലൂയ. നാം തുടർമാനമായി ചിന്തിക്കുന്ന ആ ഭാഗം റീബിൽഡിംഗ് ഫ്രം ദ റൂയിൻസ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. തകർച്ചയിൽ നിന്ന് പണിയുന്ന, തകർന്നു കിടക്കുന്നതിൽ നിന്ന് പണിയുന്ന ഒരു സന്ദേശമാണ് നാം ചിന്തിക്കുന്നത്. Let's turn to our Bibles today, and we're going to continue with the topic that Pastor has been talking about, rebuilding the ruins. Praise the Lord, hallelujah. നെഹെമ്യാവിന്റെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 19-ഉം 20-ഉം വാക്യമാണ് ഇന്ന് നാം വായിക്കുന്നത്. We're going to concentrate on the book of Nehemiah, chapter 4, verses 19 and 20. Praise the Lord. എല്ലാവരും വചനം ശ്രദ്ധിക്കണം. സ്തോത്രം. We should concentrate on the word of God. ട്രാൻസ്ലേഷൻ ചെയ്യുമ്പോൾ വളരെ സന്തോഷമാണ്. എന്നാൽ വചനം നിങ്ങളുടെ ഉള്ളിൽ കയറണം. ഇറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടന്റ് മെസ്സേജ്. ഇതൊരു വളരെ പ്രാധാന്യമുള്ള സന്ദേശമാണ്. It's good to hear the translation, but you should be concentrated on the word of God. ഇന്നത്തെ സന്ദേശം നിങ്ങളുടെ ഉള്ളിൽ എത്തണം. Praise the Lord. Today's message should go inside your hearts. കാരണം ഈ ഒരു സാഹചര്യത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സ്വതന്ത്ര കുറെ നാളുകളായി നാം തുടങ്ങിയത്, പക്ഷേ സന്ദർഭോചിതമായി നാം എന്തിലൂടെ കടന്നു പോകുന്നത് ദൈവം അറിയുന്നത് കൊണ്ട് സന്ദർഭോചിതമായി വെളിപ്പെട്ടൊരു വചനമാണ്. But because of the situation that we are going through right now, it is very important that we focus on this passage that Pastor is preaching. Praise the Lord. നെഹെമ്യാവിന്റെ പുസ്തകം 4-ാം അധ്യായം 19-20 മലയാളത്തിൽ ഇംഗ്ലീഷിൽ വായിച്ചാൽ. ഞാൻ പ്രഭുക്കന്മാരോടും പ്രമാണികളോടും ശേഷം ജനത്തോടും വേല വലിയതും വിശാലമായതുമാകുന്നു. നാം മതിലിന്മേൽ ചിതറി തമ്മിൽ തമ്മിൽ അകന്നിരിക്കുന്നു. നിങ്ങൾക്ക് ആഹ്ലാദം കേൾക്കുന്നിടത്ത് ഞങ്ങളുടെ അടുക്കൽ കൂടിക്കൊള്ളുവേ. നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുമെന്ന് പറഞ്ഞു. Then I said to the nobles, the rulers, and the rest of the people, the work is great and extensive, and we are separated far from one another on the wall. Wherever you hear the sound of the trumpet, rally to us there. Our God will fight for us. Praise the Lord. Our God will fight for us. നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. Our God will fight for us. Praise the Lord. ഇന്ന് പകൽക്കാലം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് മതിൽ പണിക്ക് നാം ദൈവത്തിന്റെ പരമാധികാരത്തിൽ ആശ്രയിക്കുക. Today I want to explain to you that for the building of the wall, we have to trust in God's sovereignty. Praise the Lord. നാം പുനർനിർമ്മാണം ചെയ്യുമ്പോൾ, റീബിൽഡിംഗ്, പുനർനിർമ്മാണം ചെയ്യുമ്പോൾ നാം ആശ്രയിക്കേണ്ടത് മനുഷ്യന്റെ കയ്യിലല്ല, ദൈവത്തിന്റെ പരമാധികാരത്തിലാണ്. When we are looking to rebuild, we are not supposed to look into man's hands for work, but into God's sovereignty. ഇവിടെ വായിച്ച വാക്യത്തിൽ നാം കാണുന്നത് നെഹെമ്യാവ് എന്ന നേതാവ് ആ വലിയ ദൗത്യത്തെ അസസ് ചെയ്തു, അതിനെ വിലയിരുത്തി. Over here, when we read that Nehemiah has a leader, he looked into that the need to build the wall and he assessed it. Yeah. Praise the Lord. നെഹെമ്യാവ് പറയുക വേല വലിയതാണ്. Nehemiah said that the work is big. നെഹെമ്യാവ് പറഞ്ഞെന്താണ്? സ്തോത്രം, നമ്മൾ വലുതെന്നല്ല, ഞാനാ വലുതെന്നല്ല, വേലയാണ് വലുത്. Nehemiah said that it's not that I am big, but the work that God has given is big. എന്നെ അയച്ചൊരു രാജാവുണ്ട്, രാജാവല്ല വലുത്, സ്തോത്രം, അയക്കപ്പെട്ട ഞാനല്ല വലുത്, വേലയാണ് വലുത്. The king who sent me over here to do the work is not big. The work that the purpose that is given is not big, but the work is big. ആരോടാ ഇത് പറഞ്ഞത്? Who did he say it to? പ്രഭുക്കന്മാരോടും പ്രമാണികളോടും. Verse 19, പ്രഭുക്കന്മാരോടും പ്രമാണികളോടും ശേഷം ജനത്തോടും. The nobles, the rulers, and also the rest of the people. പ്രിയമുള്ളവരെ, ദൈവത്തിൽ നാം കടന്നു വരുമ്പോൾ എന്താണ് വലുത്, എന്താണ് നമ്മുടെ പ്രയോറിറ്റി, ഏതിനാണ് പ്രാമുഖ്യം നൽകേണ്ടതെന്ന് നാം തീരുമാനിക്കണം. Beloved, when we come into the presence of God, it is important to know what our priority is and what is important to God. നാം ദൈവത്തിൽ വരുമ്പോൾ ആരാധനയാണ് പ്രധാനം. When we come into the presence of God, worship is important. ആരാണ് വലുതെന്നുള്ളതല്ല പ്രധാനം. It's not who is big. ഇവിടെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ അഭിപ്രായമല്ല ഒരുപക്ഷെ വലുത്. There might be differing opinions, but the work is big. നമുക്ക് വലുത് കർത്താവിന്റെ വേലയാണ്. What is important to us is the work of God. കർത്താവിന്റെ വേലയും ആരാധനയും ഇല്ലാതാക്കി അതിന്റെ മേളിൽ മറ്റൊന്നും നമുക്ക് വേണ്ട. Without the worship and the work of God, we don't need anything else in our life. നെഹെമ്യാവ് പറയുക, നമ്മെ ദൈവം വിളിച്ചത് ഒരു മിഷന് വേണ്ടിയാ, ഒരു we are called for a mission. നമ്മളെ ദൈവം വിളിച്ചത് ഒരു ഉദ്ദേശത്തോടെയാണ്, ഒരു വലിയ ഉദ്യമത്തോടെയാണ്. Nehemiah said that God has called us for a big purpose or for a big plan. നമ്മെ ദൈവം വേലയ്ക്ക് വിളിച്ചു. ആ വേല നമ്മുടെ മുമ്പിലുണ്ട്, മതിൽ പണിയാണ്. പക്ഷെ ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? We are distracted. Nehemiah said that God has called him for building a wall. That is the work that was given to him. But are we being distracted? നമ്മുടെ ശ്രദ്ധ മതിൽ പണിക്ക് വേണ്ടി നമ്മൾ വിളിച്ചു, എന്നാൽ ആ ഉദ്ദേശം മനസ്സിലാകാതെ നാം മറ്റു പലതിലേക്കൊക്കെ നമ്മുടെ മനസ്സ് ഒഴുകി പോവുകയാണ്.
The focus for us is to be built, for Nehemiah was to build a wall. But then after that, he got distracted by other stuff. എന്തിനാ ദൈവം നമ്മെ ഇവിടെ നിർത്തിയത്? Why did God put us over here? ദിവസങ്ങൾ എണ്ണപ്പെട്ടു എന്ന് പറഞ്ഞ വ്യക്തിത്വങ്ങളുണ്ട് അത്. ദിവസങ്ങൾ, your days are numbered in this city. ഈ പട്ടണത്തിൽ നിങ്ങളുടെ ദിവസങ്ങളില്ല, ഇനി അധികം നാളെ നിൽക്കാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ വ്യക്തി ജീവിതങ്ങളുണ്ട്. സ്തോത്രം. There are many people who will tell us that our days are numbered in this city. എന്റെ അനുഭവം പറഞ്ഞാൽ എനിക്ക് 1 മാസമേ കാലാവധി ഉണ്ടായിരുന്നു അമേരിക്കയിൽ നിൽക്കാൻ. When you look into my life, I had only 1 month to stay in the US. അത് കഴിഞ്ഞ് അത് കുറഞ്ഞു 3 ദിവസമായി. After that, it kept reducing to 3 ഈ 3 ദിവസത്തിന് മുമ്പ് എന്റെ വിസ ശരിയായി. Within 3 days, my visa was ready. അങ്ങനെയാണ് ഞാൻ ഈ ദേശത്ത് വന്നത്. That's how I came into this country. ദൈവത്തിന്റെ അത്ഭുത പ്രവർത്തനം നമ്മുടെ എല്ലാ ജീവിതത്തിൽ അങ്ങനെ എല്ലാം വെളിപ്പെട്ടിട്ടുണ്ട്. And God's many awesome work has been seen in our life. പക്ഷേ അത് എന്തിനാ? But what is it for? അതൊരു ദൈവത്തിന്റെ ദൗത്യത്തിനായി, ദൈവത്തിന്റെ വിളി നമ്മിൽ പൂർണ്ണമാകുവാനാ. It's because of God's purpose and plan in our life. നമ്മൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വീട് വാങ്ങിച്ച് നമ്മൾ നല്ല ജോലിയൊക്കെ പണം സമ്പാദിച്ചിട്ട് ദൈവം നമ്മെ എന്തിനുള്ള നിർത്തിയോ അത് നടന്നില്ലെങ്കിൽ നാം പരാജയമാണ്. We could be concentrated on our work about being money, but if we do not have God's purpose in our life, then it would not go for God's plan. അടുത്തതായി നെഹമ്യാവ് ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് ജനത്തെ വിളിക്കുകയാണ്. നെഹമ്യാ as a leader calls for unity, ഒരു ഐക്യത്തിന് വേണ്ടി വിളിക്കുകയാണ്. Then Nehemiah called on the people. അവരോട് പറയാ, നിങ്ങൾ ഐക്യത പ്രാപിക്കണം. You have to unite together. We have to unite together. നെഹമ്യാ പറയുക, നമ്മൾ ഒരുമിച്ചായിരിക്കുമ്പോൾ നമ്മൾ ശക്തന്മാരാണ്. We are stronger together for the mission. When we are united together, we are stronger. പ്രിയമുള്ളവരെ, നമ്മൾ ഒരുമിച്ച് പറയല്ലോ, ഐക്യമത്യം മഹാബലം എന്ന് പറയും. ചുള്ളിക്കമ്പ് ഒരെണ്ണം ഓടിക്കാൻ എളുപ്പമാ, ഇത് കൂട്ടിക്കെട്ടിയാൽ ഓടിക്കാൻ പ്രയാസം അല്ലേ? ആ കഥ നമുക്ക് എല്ലാവർക്കും അറിയാം. എന്ന് പറയുന്നത് പോലെ when the sticks are bound to one stick is easy to break അല്ലേ? ഒരു ചുള്ളിക്കമ്പ് പിടിച്ച ഒറ്റ ഓടിക്കുക, എന്നാൽ അതൊന്ന് കൂട്ടിക്കെട്ടിക്കേ. Yeah, so when we have a single stick, it's easy to break, but when a lot of sticks are binded together, it's very hard to break. ഏത് ശക്തിയുള്ള മസിലുള്ളവനും അത് ഒടിക്കുക പ്രയാസമാണ്. No matter how strong you are, it's very difficult to break. നേരത്തെ അവൻ ഒടിച്ച ചുള്ളിക്കമ്പ് അതിനകത്തുണ്ട്. The one that he tried to break previously is there. എന്നാൽ അത് ഒരുമിച്ചപ്പോൾ But when he put it together, ഇത് ഒടിയുന്നില്ല. it's not breaking. നെഹമ്യാ ഇത് തന്നെ പറയുന്നേ. Nehemiah is saying the same thing. നെഹമ്യാ പറഞ്ഞു, നമ്മൾ ഒരുമിച്ചാണെങ്കിൽ ദൗത്യത്തിന് നാം ശക്തരാണ്. So Nehemiah is saying is that if you are together, the purpose is more strong. ഇപ്പോൾ എന്തുവാ അവരുടെ നമ്മുടെ അവസ്ഥ? But what is our situation right now? നാം മതിൽമേൽ ചിതറി തമ്മിൽ അകന്നിരിക്കുന്നു. We are divided between the walls of between the walls. ദൈവത്തിന്റെ ദൗത്യ മിഷൻ നമ്മെ ഒരിക്കലും അകറ്റുന്നതല്ല. We are not supposed to stay away from the mission of God. എന്തുവാ നമ്മളെ അകറ്റിയത്? What brings us here? ഡിസ്ട്രാക്ഷനാണ് നമ്മളെ അകറ്റിയത്. The distraction is what separates us. ദൗത്യം ഒരിക്കലും നമ്മെ അകറ്റത്തില്ല. The purpose will never separate us. കാരണം എപ്പോഴും നമ്മൾ ദൗത്യം പറയുമ്പോൾ നമ്മളവിടെ കർത്താവുണ്ട്. Because whenever we united, God is going to be there. നമ്മുടെ ദൗത്യത്തെ കുറിച്ച്, നമ്മുടെ വേലയെ കുറിച്ച്, നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇതൊക്കെ പറയുമ്പോൾ അതിൽ ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ ഉണ്ട്. When we are talking about the unity, we need to make sure that God's presence is there. പക്ഷേ നമ്മൾ ഈ ദൗത്യം മറന്നാൽ, but if we forget about this unity, ഈ ദൗത്യം എന്ന് പറഞ്ഞാൽ mission, if we forget about the mission, ഈ ജോലി വേല നമ്മൾ മറന്നാൽ നമ്മൾ എന്ത് ചെയ്യുന്നറിയാമോ? കർത്താവ് നമ്മൾ ആദ്യം മാറും, നമ്മളെ മകരപ്പെടും. when we forget about the mission, God will be away from us, and then we will also be away from God. കാരണം നമ്മെ ഒന്നാക്കുന്നത് ക്രിസ്തുവാകുന്ന തലയാണ്. Because the one that unites us is the head of Christ. നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. It is the unity in our body. നമ്മൾ പ്രാർത്ഥന മറന്നാൽ, it is our prayer. നമ്മൾ ഉപവാസം മറന്നാൽ, it is our fasting. നമ്മുടെ ഐക്യത മറന്നാൽ, it's our mission. നമ്മുടെ ഐക്യത നമ്മൾ മറന്നാൽ, if we forget our unity, if we forget our unity, നമ്മൾ കൂടിച്ചേരുന്നതിലെ ഫെലോഷിപ്പ്, കൂട്ടായ്മയുടെ സന്തോഷം മറന്നാൽ, if we forget our fellowship, ഇതൊക്കെ മറന്നാൽ സംഭവിക്കുന്നത് നമ്മൾ അകലും. if this happens, we'll be away from God. ഇതൊക്കെ സംഭവിക്കുമ്പോൾ കർത്താവ് നമ്മുടെ കൂടെ ഇല്ല. If this happens, God is not with us. എന്നാൽ നാം ദൗത്യത്തിന് വേണ്ടി നിലകൊണ്ടാൽ ഈ സംഭവം സംഭവിക്കത്തില്ല. പറയുന്നു, ഞങ്ങൾ മതിൽമേൽ, എന്താ മതിൽ പണിക്കാ കൊണ്ടുവന്നേ, പക്ഷെ എവിടെയാണ് ഏത് പണിക്കാ കൊണ്ടുവന്നേ? നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ സഭയിൽ ഞങ്ങൾ അകന്നിരിക്കുന്നു. But if we focus on this mission, and then the division that's going to happen, then we'll be away from, we'll be separated from God. നമ്മൾ തമ്മിൽ അകന്നിരിക്കുവാൻ വിളിക്കപ്പെട്ടവരല്ല.
We are not supposed to be divided from each other. നമ്മൾ ഒരുമിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. We are supposed to be united. എന്താ പറയുന്നത് കർത്താവ് യേശുക്രിസ്തു പറഞ്ഞെന്താ? ഹല്ലേലൂയ. കൊയ്ത്തു മത്തായിയുടെ സുവിശേഷം സ്തോത്രം 9-ാം അധ്യായം 37-38 വാക്യം. മാത്യു 9:37 and 38. This is clear. പറയുന്നു കൊയ്ത്തു വളരെ ഉണ്ട് സത്യം, വേലക്കാരോ ചുരുക്കം. ആകയാൽ കൊയ്ത്തിന്റെ യജമാനോട് കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കേണ്ടതിന് യാചിപ്പീൻ എന്ന് പറഞ്ഞു. ഇതാ നമ്മുടെ ദൗത്യം. Yeah, Matthew chapter 9 verses 37 and 38 says, Then he said to his disciples, The harvest is plenty, but the laborers are few. Therefore pray earnestly to the Lord that the harvest to send out laborers into his harvest. Praise the Lord. എന്നാൽ യോജിപ്പിക്കാൻ നെഹമ്യാവ് ഒരു കാര്യം ചെയ്യുക, നെഹമ്യാവ് ഒരു സജഷൻ തരിക യോജിപ്പിക്കാൻ. So to unite, Nehemiah gave an opinion. രണ്ടാമത്തെ പോയിന്റ് 3-ാമത്തെ ഭാഗത്ത് പറയുന്നു റാലി ടു വാട്സ്. നിങ്ങൾ കാഹളം കേൾക്കുമ്പോൾ ഞങ്ങളുടെ അടുക്കൽ കൂടി വരണം. When you hear the sound of the trumpet, rally towards there. എന്ന് പറഞ്ഞാൽ സ്തോത്രം മറ്റെന്തൊക്കെ ഡിസ്ട്രാക്ഷൻ ഉണ്ടെങ്കിലും മറ്റെന്തൊക്കെ നിങ്ങളുടെ ബുദ്ധിയെ ബാധിക്കുന്ന പ്രശ്നങ്ങളുണ്ടാകാം, രോഗമുണ്ടാകാം, ബുദ്ധിമുട്ടുണ്ടാകാം, ഡിസഗ്രിമെന്റ്സ് ഉണ്ടാകാം. കാഹളം കേൾക്കുമ്പോൾ നിങ്ങൾ ഒരിടത്ത് ഒന്നിച്ചു കൂടണം. So Nehemiah says that no matter what distractions we have in life, whether it is difficulties or sickness or illness, we should always focus on one thing. When you hear the sound of the trumpet, rally towards there. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മതിൽ പണിക്ക് പല കാര്യങ്ങൾ ചെയ്യുമായിരിക്കും. സിമന്റ് കുഴയ്ക്കുന്നവർ കാണും, കട്ടയടിക്കുന്നവർ കാണും, ലെവൽ നോക്കുന്നവർ കാണും, കാവൽ നിൽക്കുന്നവരുണ്ട്, അവിടെ എല്ലാം ഉണ്ട്. കാഹളം കേൾക്കുമ്പോൾ ഞങ്ങൾ ഒന്നാ. Praise the Lord. So when they were building the walls, you might be distracted by laying the stone or putting the cement or leveling the ground. But when you hear the trumpet rally towards there. ആരാധനയുടെ കാര്യത്തിൽ ഞങ്ങൾ കോംപ്രമൈസ് ഇല്ല. There is no compromise when it comes to worship. ട്രംപറ്റ് സൗണ്ട്, കാഹള സൗണ്ട് എന്തിനാ കാണിക്കുന്നത്? Why does it show the sound of the trumpet? പഴയ നിയമത്തിലുണ്ട് സംഖ്യാപുസ്തകം. It's there in the Old Testament in Numbers. സംഖ്യാപുസ്തകം 29-ാം അധ്യായം 1-2 വാക്യം വായിക്കുമ്പോൾ In Numbers chapter 21 verses 1 and 2. 29 verses 1 and 2. അവിടെ പറയുന്നു 7-ാം മാസം 1-ാം തീയതി വിശുദ്ധ സഭായോഗം കൂടണം. അന്ന് സാമാന്യ വേലൊന്നും ചെയ്യരുത്, അത് നിങ്ങൾക്ക് കാഹളനാദോത്സവമാകുന്നു. And in the 7th month, on the first day of the month, you shall have a holy convocation. You shall not do any customary work, for it is a day of blowing the trumpets. അപ്പോൾ കാഹളമോന്ന് ദൈവത്തെ ആരാധിക്കണം. So when the trumpet blows, we should worship God. So when the matter of worship ആരാധനയുടെ കാര്യം വരുമ്പോൾ നമ്മൾ ഒരിടത്ത്. So when it comes to worship, we should be one. നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരിടത്ത്, Our kids should be at one. നമ്മൾ ഒരിടത്ത്, We should be at one. എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും ജോലിയും മാറ്റിവെച്ച് നമ്മൾ ഒരിടത്ത്. All our differing opinions should be kept away and we should be one. ആരാധനയ്ക്ക് വെല്ലുവിളി വരുമ്പോൾ ഞാൻ പറയും, അതിന് മാത്രം ഒരു കോംപ്രമൈസും പാടില്ല. When the call of the worship comes, there should not be any compromise. Praise the Lord. Hallelujah. ദൈവത്തെ സ്തുതിച്ചാട്ടെ. Let's praise God. യോജിക്കുന്ന ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആരാധനയുടെ കാര്യം ഞങ്ങൾ കോംപ്രമൈസ് ഇല്ല. ആരാധനയ്ക്ക് വെല്ലുവിളി വരുന്നത് ഒന്നിനും ഞങ്ങൾ കൈ കൊടുക്കത്തില്ല. There is no compromise in worship. ഞാൻ താഴാൻ റെഡിയാ. I'm ready to worship. എന്റെ ഈഗോ താഴ്ത്താൻ ഞാൻ റെഡിയാ. എന്റെ ഈഗോ താഴ്ത്താൻ ഞാൻ റെഡിയാ. I'm ready to put my ego down. എന്റെ അഭിപ്രായം മാറ്റിവെക്കാൻ ഞാൻ റെഡിയാ. I'm ready to put away my എന്റെ പിടിവാശി മാറ്റാൻ റെഡിയാ. I'm ready to hold my intentions away. ദൈവദാസൻ കാഹളം ഊതുമ്പോൾ When the servant of God blows the trumpet, ഞങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ട അഭിഷിക്തൻ കാഹളം ഊതുമ്പോൾ the mission given to us and the trumpet is blown. ഞങ്ങളെല്ലാം we rally towards one place. ഞങ്ങൾ റാണി നിരക്കും എന്റെ കർത്താവിനെ ഉയർത്തുവാൻ. We will rally to one place to lift our God. അതുകൊണ്ട് ആവക തീരുമാനങ്ങൾക്ക് ഞങ്ങൾ ഒന്നിച്ചു നിൽക്കുമെന്നാണ് ദൈവത്തിന്റെ ദാസനായ നെഹമ്യാവ് ജനത്തോട് പറയുന്നത്. അകൽച്ച മാറാൻ ഒറ്റ വഴിയേ ഉള്ളൂ, കാഹളം ഊതുമ്പോൾ ഒരുമിച്ച് കൂടുക. So Nehemiah says that maybe a lot of things that might distract us, but when the trumpet blows, we all should be as one. Praise the Lord. Praise the Lord. Hallelujah. പ്രിയമുള്ളവരെ, ആരാധനയില്ല നമ്മളില്ല. If there is no worship, there is no one. ആരാധനയുടെ തലമുറ നമ്മളോട് ഇല്ല. If there is no worship with our generations, it's not there with us. Praise the Lord. Hallelujah. അതുകൊണ്ട് പ്രവാചകൻ പറയുകയാണ്, നേതാവ് പറയുക, ഹല്ലേലൂയ, നെഹമ്യാവ് പറയുക, ഹല്ലേലൂയ, കർത്താവേ, ഹല്ലേലൂയ, ഞങ്ങൾ കാഹളത്തിന്റെ നാദത്തിൽ ഒന്നിച്ചു കൂടണം. So Nehemiah is telling that when the trumpet is blown, we should all come together as one. ഈ കാഹളമൂതി എന്തുവാ നെഹമ്യാവ് പറയുന്നത് അറിയാമോ? Do you know why Nehemiah is talking about the blowing? Nehemiah declares as a leader by blowing the trumpet. ഈ കാഹള ഊതിക്കൊണ്ട് നെഹമ്യാവ് ഒരു കാര്യം വിളിച്ചു പറയുക, our God is sovereign.
Nehemiah, when he says that the trumpet is blown, he is telling that God is sovereign. നമ്മുടെ ദൈവമാണ് പരമാധികാരി. He is a sovereign. ഇവിടെ ആരും വലുപ്പച്ചെറുപ്പമില്ല. There's no big or small. ദൈവമാണ് പരമാധികാരി. He is the sovereign Lord. ആ ദൈവത്തിന്റെ വിളിക്ക് മുമ്പിൽ, ദൈവത്തിന്റെ ആഹ്വാനത്തിന് മുമ്പിൽ നമ്മൾ അണിനിരക്കുകയാണ്. We are supposed to be one in God's mission. Praise the Lord. Hallelujah. എന്ന് പറയുക, നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. He said God will fight for us. Praise the Lord. ഒരു ഫൈറ്റ് ഉള്ളപ്പോൾ ചോദ്യത, ആരോടാ ഫൈറ്റ് ചെയ്യുന്നത്? When there's a fight, we would ask, who are we fighting against? ആരാണ് ഈ ശത്രു? ഫൈറ്റ്. ഒരു യുദ്ധം വരുമ്പോൾ ദൈവം ഫൈറ്റ് ചെയ്യുന്നു. ദൈവത്തിന്റെ അപ്പുറത്ത് ആരാണ്? When a fight comes, God is going to be on our side, but who's going to be on the opposite side? ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. 1 പത്രോസ് ലേഖനത്തിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. First Peter's mentioned. ഫസ്റ്റ് പീറ്റർ 1 പത്രോസിന്റെ ലേഖനത്തിൽ 5-ാം അധ്യായം 8-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. In 1 Peter chapter 5 verses 8. ആരാണ് നമ്മുടെ ശത്രു എന്ന്? Who is our എന്റെ ശത്രു ചോദിച്ചാൽ എന്റെ ശത്രു തോമച്ചനല്ല. My enemy is not Joichan uncle or Thomas uncle. എന്റെ ശത്രു എന്റെ സഹോദരനല്ല, എന്റെ ശത്രു എന്റെ സഹോദരിയല്ല. My enemy is not my brother or my sister. ഇവിടെ പറയുന്നു പിശാച്, പ്രതിയോഗിയായ പിശാച്. It talks about the adversary being the devil. ഹല്ലേലൂയ. ദൈവജനമേ, നമുക്ക് ഒരു പ്രതിയോഗിയുള്ളൂ. We have only one enemy. നമ്മൾ അന്യോന്യം പ്രതിയോഗിച്ചാരി പോരിന് നാം വിളിക്കരുത്. ഹല്ലേലൂയ. Our enemies against each other. നമ്മുടെ പ്രതിയോഗി പിശാച്. Our enemy is the devil. പിശാചിന് ഇടം കൊടുക്കരുത്. We should not give a chance to the devil. പിശാചിന് ഇടം കൊടുത്താൽ, If we give a chance to the devil, ദൈവം യുദ്ധം ചെയ്യാൻ വരുമ്പോൾ when God comes to do the war, പിശാചിന്റെ കൂടെ നമ്മളെ ദൈവം കാണാൻ വരുന്നത്. God should not see us along with the devil. ദൈവത്തിന്റെ ദൗത്യത്തിനെതിരെ ദൈവം യുദ്ധം പുറപ്പെടുവിക്കുമ്പോൾ When God has a mission and He is doing a കർത്താവ് war, അങ്ങനെ എങ്ങനെയൊന്നും യുദ്ധം ചെയ്യത്തില്ല. He will not do a war that way. തന്റെ സഭയ്ക്ക് ഒരു പോറൽ വരുന്നത് കണ്ടാൽ, If He sees a hurt to His church, തന്റെ കാന്തയായ രക്തം കൊടുത്ത് വിലക്ക് വാങ്ങിയ സഭയ്ക്ക് ഒരു കോട്ടം വരുന്നത് കണ്ടാൽ, when the blood that He gave to the church, എന്റെ ദൈവം അടങ്ങിയിരിക്കത്തില്ല. He will not sit still. When God stands on this side When God stands on this side, and fight against Satan, സാത്താനെതിരെ യുദ്ധം ചെയ്യുമ്പോൾ when He fights against Satan, നമ്മൾ ആരും അപ്പുറത്താകരുത്, ദൈവത്തിന്റെ കൂടെ ആണ്. we are not supposed to be on the side, but the side of God. മോശ പറഞ്ഞതുപോലെ യഹോവയുടെ പക്ഷത്തുള്ളവർ മാറി നിൽക്കട്ടെ. Moses said, those who are on the side of God, let them be separated. ഒന്ന് മാറി നിൽക്കാൻ നിങ്ങൾ തയ്യാറാണ്? Are you ready to be ഇന്ന് പോയി അവിടെ ആരെങ്കിലും ചോദിക്കുക, നിങ്ങളൊന്ന് മാറി നിൽക്കാൻ, ഈ ഡിസഗ്രിമെന്റ്സും ഈ അഭിപ്രായ വ്യത്യാസവും മാറ്റി യഹോവയുടെ പക്ഷത്തേക്ക് ഒന്ന് മാറി നിൽക്കാൻ നിങ്ങൾ തയ്യാറാണോ? Are you ready to stay away from the disagreement? എന്തിനു വേണ്ടിയാ? എന്തിനു വേണ്ടിയാ? Are you ready? എന്തിനു വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്? Why are we doing this? ആരാധനദാസനപ്പെടാൻ. Just so that we can worship God. കാഹളം മുഴക്കുമ്പോൾ, When the trumpets are blown, കാഹളം മുഴക്കുമ്പോൾ, ഇതിനു മുമ്പ് ഒരു വാക്കുണ്ട്, നെഹമ്യാവ് കാഹള ഊതുരെ കൂടെ നിർത്തുന്നൊരു വാക്യമുണ്ട്. there's a word that says when the trumpets are blown, the people were with Nehemiah. കാഹള ഊതുരല്ല നെഹമ്യാവിനോട് ചേർന്ന് When they were next to Nehemiah, when the ഞങ്ങൾ trumpets, ക്ഷണിക്കുക, കാഹളം ഊതാൻ എന്റെ കൂടെ നിൽക്കണം. it is a welcome to come next to him when the trumpets are blown. ഞാൻ അവിടെ വന്ന അവസ്ഥ എനിക്ക് നന്നായിട്ട് അറിയാം. You know how the situation that I was അന്ന് in. നിങ്ങൾ എന്റെ കൂടെ നിന്നതാ. Since then I've been with you. അന്ന് നിങ്ങൾ എന്റെ കൂടെ നിന്നതുകൊണ്ടാണ് ഇത്രയായത്. Since because you stood with me. എന്റെ കൊറ്റെഴുത്തിന്റെ കഴിവല്ലിത്. It's not because of my. നിങ്ങൾ കൂടെ നിന്നതാ. It's because you were with me. നിങ്ങളെ കൂടെ വന്ന് കാഹളം ഊതിയതാ. It's because when the trumpet was blown, you were with me. ഞാൻ ഇവിടെ ആഹ്വാനം ചെയ്യുക, നിങ്ങൾ എന്റെ കൂടെ നിന്ന് ഇനിയും കാഹളം ഊതണം. I'm requesting you that when the trumpet is blown, for you to be next to me. Praise the Lord. ദൈവം ഇവിടെ എന്റെ മേൽ അഭിഷേകം പകർന്ന് നിങ്ങളുടെ ഒരു ദൈവദാസനായി നിർത്തി നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ? If you believe that God's anointing is on me, ഞങ്ങളെ ക്ഷണിക്കുക, കാഹളം ഊതുവാൻ കൂടെ നിൽക്കണം. I'm welcoming you to be ready for the trumpet blow. മറ്റൊന്നിനും കൂടെ ഒന്നില്ലെങ്കിൽ കാഹളം ഊതുവാൻ നിങ്ങൾ കൂടെ നിൽക്കണം. ഹല്ലേലൂയ. When the trumpet is blowing, be with me. നിങ്ങൾ എല്ലാത്തിനും എന്റെ കൂടെ നിന്നവരാ. ഹല്ലേലൂയ. നിങ്ങൾ എല്ലാ ആവശ്യങ്ങൾക്കും ഞങ്ങളുടെ കൂടെ നിന്നവരാ. You have been with me in all my needs. ഈ അടുത്ത സമയത്ത് ഞങ്ങളുടെ ഏറ്റവും ആവശ്യങ്ങളൊപ്പം നിങ്ങളായി ഞങ്ങളുടെ കൂടെ നിന്നത്. In recent times when we had the most need, you were with us. നിങ്ങൾ ഹൃദയം തുറന്ന് ഞങ്ങളുടെ കൂടെ നിന്നു. ഹല്ലേലൂയ. Your heart was open and you were with us. എന്നാ ഞാൻ പറയുന്നു, അതൊന്നും പോരാ. കാഹളമുതാൻ കൂടെ എനിക്ക് നിങ്ങൾ നിൽക്കാൻ ഞാൻ നിങ്ങളോട് ആഹ്വാനം ചെയ്യുക. ഹൃദയ തകർച്ചയോടെ ആഹ്വാനം ചെയ്യുക. മറ്റെല്ലാം മാറ്റി വെച്ചിട്ട് കാഹളമുതുവാൻ നിങ്ങൾ കൂടെ നിൽക്കണം. ഹല്ലേലൂയ. But my request is when the trumpet blows, no matter what it is, I need you to be with us. Praise the Lord. Hallelujah. യഹോവ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. God will fight for us. Praise the Lord. Hallelujah. Praise the പ്രിയമുള്ളവരെ, പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിന്റെ 13-14 വാക്യം വായിക്കുമ്പോൾ ചെങ്കടലിന്റെ മുമ്പിൽ പതറിപ്പോയ ജനം. Hallelujah. In the book of Exodus chapter 14. Verse 13 and 14. Verse 13 and 14. അവിടെ പറയുക, മോശ
മുമ്പിൽ ചെങ്കടല, പുറകിൽ ശത്രുവ. അപ്പോൾ മോശ പറയുന്നു, അതിന് മോശ ജനത്തോട് ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ. യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ. നിങ്ങൾ ഇത് കണ്ടിട്ടുള്ള മിസ്രൈമിനെ ഒരു നാളും കാണുകയില്ല. ഹല്ലേലൂയ. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിപ്പീൻ. And Moses was telling to the people of Israel when they were crossing the Red sea is in front of us and the army is behind us. And Moses said to the people, do not be afraid, stand still and see the salvation of the Lord, which he will accomplish for you today. For the Egyptians whom you have seen today, you shall see again no more forever. Praise the Lord. ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. Let's praise God. ദൈവത്തെ സ്തുതിക്കാം. Let's praise God. എന്ന് പറയാം, കർത്താവേ, നീ ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. And let's tell him, God, please fight നിന്റെ for us. അധികാരത്തെ ആശ്രയിക്കുക. We are trusting in your നീ authority. നിയോഗിച്ച അധികാരത്തെ ആശ്രയിക്കുക. We are trusting on the നീ നിയോഗിച്ച അഭിഷക്തനെ ഞങ്ങൾ കീഴ്പ്പെടുകയാണ്. we are under the anointing of the mission. നിങ്ങൾക്ക് അനുഗ്രഹമേ ഉണ്ടാവത്തുള്ളൂ. You will get the blessings. നിങ്ങൾക്ക് നിങ്ങളുടെ തലമുറ അനുഗ്രഹിക്കപ്പെടത്തേ ഉള്ളൂ. Even your generations will be blessed. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. Let's pray. സ്വർഗീയ പിതാവേ, ഇത് പകൽക്കാലം ഞങ്ങളെ കേൾപ്പിച്ച ആലോചനയ്ക്കായി സ്തോത്രം. ഞങ്ങൾ തിരുവമ്പാകെ വണങ്ങി നമസ്കരിക്കുക, ഞങ്ങളെ തന്നെ താഴ്ത്തുക. നെഹമ്യാവ് ചെയ്ത ആഹ്വാനം പോലെ കാഹളമൂതുമ്പോൾ ഞങ്ങൾ അണിനിരക്കുവാൻ. ആരാധന കോംപ്രമൈസ് ഇല്ല. ഞങ്ങൾ ആരും ഞങ്ങളെ സഹായിക്കണം. അതിനായി ഞങ്ങളെ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം. പൽക്കാലം ഞങ്ങൾ സംസാരിച്ചതിനാൽ സ്തോത്രം. ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പ്രിയ സഹോദരനെ അങ്ങ് ബലപ്പെടുത്തല്ലോ. വീണ്ടും ഞങ്ങളെ അവിടെ യഥാസ്ഥാനപ്പെടുത്തി മുന്നേറുവാനിടയായിരുന്നു. കർത്താവ് പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം. യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് പ്രാർത്ഥന കേട്ടതിനാൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. Praise the Lord. I praise and thank God for this time which God has given us. Let's praise God. Hallelujah. Praise the Lord. Praise the Lord. Senior children, can you please read Isaiah 41, I believe. Yesterday we heard a training on, we heard the word of God on the strengthening of inner man. I just want to cover this because January is the first month of the year and God has brought us over here. Let's thank God for that. Praise the Lord. Praise the Lord. Just give me a moment. Isaiah 43, 18 and 19, I believe. Can someone from the children, one second, let me confirm that. Praise God. So to the children and to the youth, I would like to say that this is what the, normally we, something like the promised word or something. This is the first month of this year. God has brought us all here. And Isaiah 43, 18 and 19. Thank you for reading that. Forget the former things. Do not dwell on the past. See, I'm doing a new thing. Now it springs up. Do not perceive it. I'm making a way in the wilderness and streams in the wasteland. Praise be God. Let's praise God for that. Praise the Lord. Hallelujah. Hallelujah. Thank you, Jesus. Hallelujah. So God has led us so wonderfully. Last year, God has given us, kind to us, especially our children. If you praise the Lord. If we compare ourselves with the children back in India or China, we are far more blessed. We should be grateful, and I request all our children to praise God for that goodness. Let's praise God. Hallelujah. Praise the Lord. Hallelujah. Hallelujah. Open up your mouth and it will be filled up. That's what the word of God says. Okay? So, without wasting much time, I wish you all a wonderful year ahead. Our YP should be blessed in a better manner, because we cannot say that, oh, I have participated in certain things in the last year. Like my manager says, don't bask in the old glory, right? Yes. We need to build up more, If you have learned, if you're good at singing, improve it. If you're good at an instrument, learn new instrument. We need to build upon ourselves. Yes. Okay? And with the grace of God only it is possible. So let this year be a year of improvement and growth. Let's praise God for that. Praise the Lord. Amen. Praise the Lord. Praise God. Without wasting much time, let me invite the chairperson for this January YP, Pastor Benson Abraham. Praise the Lord. Praise the Lord. ഈ വർഷത്തെ
പ്രാരംഭ വൈപ്പിയാണ്, ഒന്നാമത്തെ വൈപ്പി. അതിനുവേണ്ടി എതിർസഭകൾ സ്തോത്രം നമ്മുടെ വൈപ്പി ഡയറക്ടറായി ഇരിപ്പാൻ കർത്താവ് സഹായിക്കുന്നല്ലോ. ഈ സഹോദരനെ കർത്താവ് വീണ്ടും ബലപ്പെടുത്തട്ടെ. സ്തോത്രം. ആദ്യമായി നമുക്ക് പ്രാർത്ഥിക്കും. സ്തോത്രം. ഈ പ്രാരംഭത്തിൽ പ്രാർത്ഥിച്ച് ഈ വൈപ്പി നമുക്ക് ആരംഭിക്കാം. സ്വർഗീയ പിതാവേ, നന്ദിയോട് അടിയങ്ങളെ വാഴ്ത്തുന്ന കർത്താവെ സ്തുതിക്കുന്നു. അവിടുത്തെ മക്കളായി ഞങ്ങൾ അങ്ങയുടെ പാതയുടെ അടുത്ത് വന്നങ്ങയെ സ്തുതിക്കുന്നു. പ്രതികാലി വർഷത്തെ ആദ്യത്തെ YPA മീറ്റിങ്ങിനെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇതിന് ചുമതല വഹിക്കുന്ന ജയസംഭവനായി സ്തോത്രം ചെയ്യുന്നു. അധ്യക്ഷത വഹിക്കുന്ന കർത്താവിന്റെ ദാസനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവെ, ഇന്നത്തെ മീറ്റിംഗ് വളരെ അനുഗ്രഹമായി തീരുവാൻ കർത്താവ് സഹായിക്കണം. അങ്ങയുടെ നാമമഹത്വത്തിനായി ഞങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ യൗവനക്കാരെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവെ, ഇന്നത്തെ ഓരോ പ്രോഗ്രാമും വളരെ അനുഗ്രഹമായി തീരുവാനിടയാക്കണം. ദൈവനാമ മഹത്വത്തിനായി തീരുവാനിടയാക്കണം. ഞങ്ങളുടെ കർത്താവെ, ഞങ്ങളുടെ ദൈവമേ, അവിടുത്തെ അനുഗ്രഹം ഞങ്ങൾക്ക് വേണമപ്പ. അവിടുത്തെ കൃപ ഞങ്ങൾക്ക് വേണമപ്പ. അവിടുത്തെ സാന്നിധ്യം ഞങ്ങൾക്ക് വേണമപ്പ. അതില്ലാതെ ഞങ്ങൾക്ക് ഒരു നിമിഷം പോലും ജീവിപ്പാൻ കഴിവില്ല. കർത്താവേ, അടിയങ്ങളെ സമ്പൂർണ്ണമായി ആ പാതവരെ സമർപ്പിക്കുന്ന എല്ലാ പ്രോഗ്രാമിനെയും അനുഗ്രഹിക്കണം. തുടർന്ന് അങ്ങയുടെ വരവരെയും പ്രവർത്തനം അനുഗ്രഹമായി നടക്കുവാനിടയാണ്. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ പ്രാർത്ഥന കേട്ടതിനാൽ നമ്മുടെ കരങ്ങൾ ഒരു ദിവസം സ്തുതിക്കാം. ഈ വർഷത്തെ പ്രാരംഭ വൈപ്പിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അരുളുന്നു. സ്തോത്രത്തോളം ദൈവസഭയെ അനുഗ്രഹിച്ചു. പ്രധാനമായും ഞങ്ങളുടെ പ്രോഗ്രാംസ് നടക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളുടെ പ്രോഗ്രാംസ് ആണ്. നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥനയോടെ ദിവസമല്ലായിരിക്കാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ആ പ്രോഗ്രാംസ് അവതരിപ്പിക്കുമ്പോൾ അവരെ പ്രോത്സാഹിപ്പിക്കുവാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥനയോടെ ദിവസമല്ലായിരിക്കാൻ നമുക്ക് എല്ലാവർക്കും ഇടയായി തീരണം. അതിനായി നിങ്ങളെല്ലാവരും ഞാൻ ആഹ്വാനം ചെയ്യുന്നു. പ്രാരംഭമായി ഫസ്റ്റ് പ്രോഗ്രാം ഈസ് എ സോങ് ബൈ ഡാനിയൽ റോഡ് തോമസ്. Come on, Daniel. Next is a short story by Joseph Bronfels. Praise the Lord. Today I'm going to be saying a short story that's called The New Backpack. You're going to be walking a long way, Calvin's mother had said. I'd like my son to have a good backpack. It was Calvin's first trip to India to visit the Taj Mahal. The journey to the capital to the destination would be a long way. Calvin's mother was running just to get to the destination where the seven wonders of the world is. Calvin would have to walk for many hours over the hills. Calvin's mother had kindly brought him the best backpack she could find. It was so light that you could lift it with one finger, and it had foam padding on the straps to keep the straps from cutting into Calvin's shoulders. And it was packed with extra clothes, some medicines, and a few other things you might need. He tried the new backpack on. He thought to himself, sure, that was fine. I could carry those all easily enough. A few weeks later, Calvin arrived at India at the point where he would begin the hike. Could I carry your pack for you? One of the Christian Indians asked.
No thanks, I'm fine, he told him. So they started off on the long walk. The backpack worked nicely, but the longer they walked, the heavier it got. Surely those things he had packed weren't so heavy when he tried to make it at home, he thought to himself. On they walked with the hot sun beating on their heads, through the roads leading to the destination. Everyone had loads to carry now, but there was no one to offer to help with Calvin's backpack. He began to be afraid he would never make it. But after 2 hours, someone came to meet them on their way to the destination with a car. This time, when they offered Calvin, he gladly gave up the pack and kept it in the trunk. Calvin was so tired that it did not matter to me that the padded straps of my new backpack weren't being used the way they were meant to be, but it was safe in the trunk of the car. Many times since then, Calvin has warned boys and girls that the load of sin is like the load in his backpack. The longer you carry it, the heavier it gets. This world tries to make sin look attractive, but it's still a heavy load. No matter how light your load of sin may feel when you are young, it'll get heavier as you grow older. After a while, the foam padding of pleasure no longer eases the weight of sins. In Hebrews 9-28, the Lord Jesus came into the world to free us from this load of sin. He himself carried the load of sin when he was on the cross, that you might be free from your burden forever. So Christ was once offered to bear the sins of many. And it also says in Matthew 11:28, so that you might today feel the weight of your sins and turn to Christ for salvation. Come unto me, all ye that labor and heavy laden, and I will give you rest. Thank you. God bless you. Thank you, Joseph, for the wonderful story and the moral. God bless you. Next is a song by Rebecca Jerson. Rebecca, please come forward for the song. It will be worth it just to hear
Rebecca. As usual, it was so wonderful. God bless you abundantly. Next is അടുത്തതായി ഒരു സ്പെഷ്യൽ പ്രോഗ്രാമാണ്. സ്പെഷ്യൽ പ്രോഗ്രാം Psalm 121 recitation by Rohit Abraham. Come on. Psalm 1, praise the Lord. Today I'm going to recite Psalm 121. Psalm 121, the Song of Ascents. I lift my eyes toward the mountains. Where will my help come from? My help comes from the Lord, the maker of heaven and earth. He will not allow your foot to slip. Your protector will not slumber. Indeed, the protector of Israel does not slumber or sleep. The Lord protects you. He is a shelter right by your side. The sun will not strike you by day, or the moon by night. The Lord protect you from all harm. He will protect your life. The Lord will protect your coming and going, both now and forever. Amen. Bless you. പറയുവാൻ ആയിരം രൂപയെ ക്ഷണിക്കുന്നു. 1000 രൂപയെ come forward and Praise the Lord. Today I will be reciting the Beatitudes from Matthew 5, verses 3 to 12. Blessed are the poor in spirit, for theirs is the kingdom of heaven. Blessed are those who mourn, for they will be comforted. Blessed are the meek, for they will inherit the earth. Blessed are those who hunger and thirst for righteousness, for they will be filled. Blessed are the merciful, for they will be shown mercy. Blessed are the pure in heart, for they will see God. Blessed are the peacemakers, for they will be called children of God. Blessed are those who are persecuted because of righteousness, for theirs is the kingdom of heaven. Blessed are you when people persecute you, falsely say all kinds of evil against you because of me. Rejoice and be glad, because great is your reward in heaven. For the same way they persecuted the prophets who were before you. God bless you again. So thank you for that short message on Beatitudes. God bless you. വൈപ്പിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഭാവനഗ്രഹങ്ങൾ നൽകി നിങ്ങൾ മാനിക്കട്ടെ. പ്രോഗ്രാംസ് അവതരിപ്പിക്കുക. നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രത്യേക കർത്താവ് ബലപ്പെടുത്തി കൃപയ്ക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഈ വർഷത്തിലായിട്ട് വൈപ്പിയിൽ നമുക്ക് ഇത്രത്തോളം സമയം ദിവസത്തിലായിരിക്കാൻ കർത്താവ് സഹായിച്ചല്ലോ. അടുത്ത മാസത്തെ വൈപ്പിയിലും പ്രോഗ്രാംസ് ആയിട്ട് അവർക്ക് ഭംഗിയോടെ ചെയ്യുവാൻ കർത്താവ് അവരെ സഹായിക്കേണ്ടതിനായി നമുക്ക് ദൈവത്തിൽ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തില് സ്തോത്രം നാം വായിക്കുന്ന പ്രകാരം യഹോവ നന്മയ്ക്കായി സകലത്തെയും ചെയ്ത ദൈവമാണ്. സ്തോത്രം. നമ്മുടെ യൂത്ത് ഗ്രൂപ്പിനെ ദൈവം സഹായിച്ചു. അതിന് അനുഗ്രഹിക്കപ്പെട്ട ലീഡർഷിപ്പ് നൽകുന്ന പ്രിയ ജനസംഘത്തെ കുടുംബമായിട്ട് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വരും ദിവസങ്ങളിൽ ദൈവസഭ ഈ ഒരു ശുശ്രൂഷയിൽ മുന്നേറുവാൻ നമ്മുടെ കുഞ്ഞുങ്ങളുടെ നമ്മുടെ ചെറുപ്പക്കാരുടെ താലന്തുകൾ ദൈവനാമത്തിന്റെ മഹത്വത്തിനായി നമ്മുടെ ചെറിയ കാര്യം ചെയ്താലും അതിലൂടെ ദൈവനാമം മഹത്വപ്പെടണം. നാം ഒരു വാക്ക് ദൈവസഭ ഉച്ചരിച്ചാലും അതിലൂടെ ദൈവനാമം മഹത്വപ്പെടണം. So that shall be, but all things we do, even if it is a small program, even if it is few Bible verses, or even if it is a very small program. എൻ്റെ ഫസ്റ്റ് പ്രോഗ്രാം സ്റ്റേജിൽ ഞാൻ അവതരിപ്പിച്ചത് 7 സഭകളായിരുന്നു. പക്ഷേ ആ 7 സഭകൾ ഒരു സഭ പോലും പറയാതെയാണ് ഞാൻ എൻ്റെ പ്രോഗ്രാം അവതരിപ്പിച്ചത്. കാരണം മുന്നേ പോയി നിന്നതേ ഉള്ളൂ, പറഞ്ഞില്ല. സ്റ്റേജ് ഫിയർ. ഞാൻ പോയി നിന്നു, എല്ലാവരും തിരിച്ചു കാണിച്ചു, തിരിച്ചു കൊടുത്തു. പക്ഷേ അന്ന് എനിക്ക് വേണ്ടി എൻകറേജ്മെന്റ് അവിടെയുള്ള CA എന്നാ പറയുന്നത്, CA ക്രൈസ്റ്റ് അംബാസഡേഴ്സ്. അപ്പം ഈ അബിഗേലിനെ കുറിച്ച് അവിടെ ഡാനിയലിന്റെ പ്രായമുണ്ട് ഞാൻ. അപ്പം ആദ്യമായിട്ട് പ്രോഗ്രാം അവതരിപ്പിക്കാൻ എൻ്റെ പേര് പറഞ്ഞു. എനിക്കൊന്ന് മമ്മി അന്ന് ആഗ്രഹം കൊണ്ട് പറഞ്ഞായിരിക്കും, മോൻ മുന്നേ പോയി നിൽക്കുന്ന കാണാൻ വേണ്ടിയുള്ള ആഗ്രഹം കൊണ്ടോ ആരോ എന്നെ പറഞ്ഞേൽപ്പിച്ചു. ഞാൻ പഠിച്ചിട്ടൊക്കെ വന്നത്. 7 സഭകൾ എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. അതിൽ കൂടുതൽ കാര്യങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന ആളാണ് കാണാതെ. പക്ഷെ അവിടെ ചെന്ന് നിന്ന് കഴിഞ്ഞ് പിള്ളേരെ കണ്ടപ്പോൾ എനിക്ക് ചിരിയാവുന്നു. എനിക്കൊന്നും പറയാൻ തോന്നിയില്ല. പക്ഷേ ഈ പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ ഞാൻ ചെന്നിരുന്നപ്പം എൻ്റെ അടുത്തിരുന്ന അച്ഛന്മാരെല്ലാം പറഞ്ഞു, മോനെ നല്ലതായിരുന്നു. അതൊരു ഭയങ്കര എൻകറേജ് ആയിരുന്നു. ഞാൻ ചെയ്തില്ല, നല്ലതായിരുന്നു. അവരാരും പറഞ്ഞില്ല എന്തുവാണ് കർണാടകയുടെ പിള്ളേരൊക്കെ ചിരിച്ചു, കൊച്ചു പിള്ളേരൊക്കെ മുന്നേ ചിരിച്ചു. പക്ഷേ അവിടെയുള്ള സഹോദരങ്ങൾ അവരെല്ലാം നന്ദിയോടെ ഞാൻ ഓർക്കുന്നു. അവർ പറയുന്നത് നല്ലതായിരുന്നു എന്ന് പറഞ്ഞു. അതെനിക്ക് ഭയങ്കര സന്തോഷമായി, ഒരു വലിയ എൻകറേജ്മെന്റ് ആയി.
പിന്നീട് അനേക പ്രോഗ്രാമുകൾ അവതരിപ്പിക്കാൻ കർത്താവിനെ കൃപ തന്നു. ഞാൻ പറഞ്ഞത് നമ്മൾ പോയി മുന്നേ നിന്നാൽ തന്നെ സ്തോത്രം, അത് ദൈവനാമത്വം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വളരെ ഈ ദേശത്ത് വളരുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ അതിൻ്റെയൊക്കെ ട്രെയിനിങ് സ്തോത്രം, വിതൗട്ട് സ്റ്റേജ് ഫിയർ, വിതൗട്ട് എനി ഒരു സങ്കോചവും കൂടാതെ പറയുവാൻ അവർക്ക് കഴിയുന്നുണ്ട്. ആ കഴിവ് അവർക്കുണ്ട്. അത് ഡെവലപ്പ് ആകുന്ന ഒരു സ്ഥലം ദൈവസഭയാണ്. ദൈവസഭയാണ്. Church is a platform where we spiritually equip our children to stand in front for the glory of God. So that will equip them to share the love of Jesus wherever God has placed them. Let us pray that this year, even though we started this year with great challenges, I would like to encourage each and every one of you. ഞാൻ നിങ്ങളെല്ലാവരും ഉദ്ബോധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവസഭ ദൈവത്തിന്റെയാണ്. ഹല്ലേലൂയ. വെല്ലുവിളികളുണ്ട്. നാം ഇതിൽ മുന്നേറുവാൻ കർത്താവ് നമ്മെ സഹായിക്കും. നമ്മുടെ കുഞ്ഞുങ്ങളെ നാം ചേർത്ത് പിടിച്ച് അവർക്ക് വേണ്ടി നിലകൊള്ളുവാൻ മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക. സ്തോത്രം. ദൈവസഭയ്ക്ക് യാതൊരു ദോഷവും ഭവിക്കാതെ കർത്താവ് ദൈവസഭയെ കാക്കേണ്ടതിനായി സ്തോത്രം. ചെറുപ്പക്കാരായ പ്രിയപ്പെട്ടവരെ പ്രത്യേക കർത്താവ് അതിനുവേണ്ടി അനുഗ്രഹിക്കേണ്ടതിനായി പ്രാർത്ഥിക്കാം. യൂത്ത് മീറ്റിംഗിന് നേതൃത്വം കൊടുത്ത് മുന്നേറുവാൻ പ്രിയ സഹോദരന്റെ കുടുംബമായി കർത്താവ് സഹായിക്കുകയും അനേക യുവാക്കൾ ഈ ദേശത്ത് നിന്ന് വിളിച്ച് വേദനിക്കപ്പെട്ട ദൈവസഭയുടെ ഭാഗമായി മാറുവാൻ കർത്താവ് ദിവസങ്ങളിൽ സഹായിക്കുന്നതിനാൽ നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. നമുക്ക് ഒരു നിമിഷം കണ്ണുള്ള ദിവസം അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഇന്ന് പകൽക്കാലം ദൈവസഭയിലെ ആരാധന കർത്താവ് സഹായിച്ചു. തീരുമാനങ്ങൾ ദൈവത്തിന്റെ കൃപയുണ്ടായിരുന്നു. സകലവും അനുഗ്രഹമാക്കി തീർത്ത ദൈവത്തിന്റെ കൃപയ്ക്കായി ദൈവത്തെ സ്തുതിച്ചാണ്. ഹല്ലേലൂയ. കർത്താവിന്റെ അനുഗ്രഹങ്ങൾ തുടർന്നും ഈ ദൈവസഭയുടെ മേൽ പകരേണ്ടതിനായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും നിമിഷം കരങ്ങളെ ദൈവത്തിൽ ഉയർത്തി ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവിനെ കാക്കട്ടെ. പ്രത്യേക യാത്രയിൽ നമ്മുടെ കർത്താവ് പരിപാലിക്കട്ടെ. ഹല്ലേലൂയ. ഹോസ്പിറ്റലിൽ സർജറിയുള്ള കർത്താവ് വിടുവിക്കട്ടെ. മറ്റു കാര്യങ്ങൾ നമുക്ക് നന്മകൾ അനുഗ്രഹങ്ങൾ ദൈവം തുറക്കുമ്പോൾ ഹല്ലേലൂയ ഇന്നോട് തീരുമാനിപ്പിക്കേണ്ട വിഷയങ്ങളുടെ മേലെ എല്ലാം ദൈവത്തിന്റെ ഹിതം വെളിപ്പെടുവാൻ ഹല്ലേലൂയ എങ്ങും ഒരു പ്രതികൂലം ദൈവസഭയ്ക്കെതിരെ ഉണ്ടാകാതെ ദൈവം നമ്മെ കാക്കേണ്ടതിനായി എല്ലാവരും ദൈവസന്നിധിയിൽ ദേശത്ത് വേലി കെട്ടി കാക്കുന്ന തീമതിലായി നമ്മെ സംരക്ഷിക്കുന്ന ദൈവത്തിന്റെ കൃപ പകരട്ടെ. ഇത് പകൽക്കാലം ഹല്ലേലൂയ പ്രോഗ്രാം സമർപ്പിച്ച എല്ലാ കുഞ്ഞുങ്ങളെയും ദൈവങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. അടുത്ത മാസത്തെ വൈപ്പിയും ദൈവം അനുഗ്രഹമാക്കി തീർക്കേണ്ടതായി പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇന്ന് പകൽക്കാലം ഞങ്ങൾ ദൈവത്തിൽ അടുത്തു വരുന്നു. ഹല്ലേലൂയ. ആ കൃപാസനത്തിലേക്ക് അടുത്തു വന്നു സ്തോത്രത്തോടെ ഞങ്ങളുടെ വിഷയങ്ങളെ ദൈവത്തിൽ സമർപ്പിപ്പാൻ കർത്താവ് ഞങ്ങൾ ഇന്ന് പകൽക്കാലം ഇടയാക്കി. എങ്ങനെ ആരാധിപ്പാൻ സത്യത്തിലും ആത്മാവിലൊക്കെ ആരാധിപ്പാൻ കർത്താവ് ഞങ്ങളെ കൂട്ടുവരുത്തി. പ്രതികൂലമായ കാലാവസ്ഥ ഞങ്ങൾ മുമ്പിലുള്ളപ്പോഴും അതിന്റെ മധ്യത്തിൽ ഞങ്ങളെ ആലയത്തിൽ കൂട്ടിവരുത്തിയ അവിടുത്തെ ദയക്കായി സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് ഞങ്ങൾക്ക് എത്രയോ ജയോത്സവമായി വഴി നടത്തുന്ന അവിടുത്തെ കൃപയ്ക്കായി സ്തോത്രം. ഇത് പകൽക്കാലം ആരാധന അങ്ങ് അനുഗ്രഹിച്ചല്ലോ. അതിനാൽ ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. ആരാധനയ്ക്ക് ഞങ്ങളുടെ തീരുമാനങ്ങളുടെ മേൽ ദൈവത്തിന്റെ കരമുണ്ടാകണം. വരും ദിവസങ്ങളിൽ ഈ ദേശത്തെ വേലയ്ക്ക് ദൈവസഭയുടെ കെട്ടുപണിക്ക് അത് അനുഗ്രഹമായി തിരുവൻ കർത്താവ് ഇടയാക്കണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നടത്തിപ്പ് ഞങ്ങൾ ചോദിക്കുകയാണ്. ജഡത്താൽ ഒന്നും ഭവിക്കാതെ ആത്മാവിൽ കെട്ടുപണി നടത്തുവാൻ കർത്താവ് ദൈവസഭ വീണ്ടും സഹായിക്കണം. ആരാധനശേഷം വൈപ്പിയിലും ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നല്ലോ. കർത്താവിന്റെ അനുഗ്രഹങ്ങൾ ദൈവസഭയോടൊപ്പം ഉണ്ടായിരുന്ന കൃപയ്ക്കായി പ്രത്യേക പ്രോഗ്രാംസ് അവതരിപ്പിച്ച ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞങ്ങളുടെ സഹോദരങ്ങൾ ദൈവത്തിൽ സമർപ്പിക്കുന്നു. ഭംഗിയായി കാര്യങ്ങൾ ചെയ്യുവാൻ അവർ കൊടുത്ത കൃപയ്ക്കായി സ്തോത്രം. അവരുടെ താലന്തുകൾ ദൈവനാമത്തിന്റെ മഹത്വത്തിനായി അവർ വിനിയോഗിക്കുമ്പോൾ കർത്താവ് അവരെ അനുഗ്രഹിക്കണമേ. അവർ മേൽക്കുമേൽ അനുഗ്രഹം പ്രാപിപ്പാൻ ഞങ്ങളുടെ തലമുറകൾ ഹല്ലേലൂയ ഞങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും അവർ അനുഗ്രഹിക്കപ്പെടുവാൻ കർത്താവ് ഇടയാക്കണമേ. ദൈവസഭയിൽ തഴച്ചു വളരുവാൻ അവരെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവർ കൊടുത്ത താലന്തുകൾ ദൈവനാമത്തിന്റെ മഹത്വത്തിനായി വീണ്ടും വിനിയോഗിക്കാൻ കർത്താവ് സഹായിക്കണം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അടുത്ത മാസത്തെ പ്രോഗ്രാം ഏറ്റിരിക്കുന്ന ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങൾക്കായി കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. അത് ഭംഗിയായി നിർവഹിപ്പാൻ അവരെ ബലപ്പെടുത്തണമേ. ദൈവകൃപ അവരുടെ മേൽ പകരണമേ. പ്രത്യേക ഈ യൂത്ത് മീറ്റിംഗിനെ വൈപ്പിക്ക് നേതൃത്വം ദർശകരുടെ കുടുംബമായിട്ട് അവർക്ക് പ്രാർത്ഥിക്കുന്നു. അവരെ കർത്താവ് വിദേശത്ത് കൊണ്ടുവന്നു അനുഗ്രഹിക്കപ്പെട്ട അവസരം കർത്താവിന്റെ വേലയ്ക്ക് ചുമൽ കൊടുപ്പാൻ കർത്താവിനെ സഹായിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. വീണ്ടും വിദേശത്തെ വേലയ്ക്ക് ചുമൽ കൊടുത്തു നിൽക്കാൻ ആവശ്യമായ എല്ലാ സ്വർഗീയ അനുഗ്രഹങ്ങളും അവിടെ മേൽ പകർന്ന് സഹായിക്കും. ഈ വർഷത്തിന്റെ ആദ്യത്തെ വൈപ്പിയെ കർത്താവ് ഇത്രത്തോളം അനുഗ്രഹിച്ച കൃപയ്ക്കായി സ്തോത്രം. കർത്താവ് വരവ് താമസിച്ചാൽ ഈ വർഷം എല്ലാ വൈപ്പിയോടുള്ള ബന്ധത്തിൽ എല്ലാ പ്രോഗ്രാംസും അത് അനുഗ്രഹമാക്കി തീർക്കണം. അവിടുത്തെ നാമത്തിന്റെ മഹത്വം ഞങ്ങളിൽ വെളിപ്പെടണം. അവിടുത്തെ കൃപ ഞങ്ങളുടെ മേൽ ചൊരിയണം. ഞങ്ങളെ അങ്ങ് വർദ്ധിപ്പിക്കണം. അനുഗ്രഹിക്കണം കർത്താവേ. ഈ വർഷം ഹല്ലേലൂയ കർത്താവിന്റെ വരവ് താമസിച്ചാൽ അവസാനമാകുമ്പോഴേക്കും ഹല്ലേലൂയ അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയിൽ ഞങ്ങൾ വൈപ്പിയെ മീറ്റിംഗ് മുന്നേറുവാൻ കർത്താവ് ഇടയാക്കണം. അതിനായി ദൈവകരങ്ങളിലേക്ക് അവിടുത്തെ നാമത്തിന്റെ മഹത്വത്തിനായി ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു.
കർത്താവ് പോലെ കാര്യങ്ങളെ അനുഗ്രഹിച്ച് കൃപയ്ക്കായി സ്തോത്രം അനുഗ്രഹത്തോടെ പറഞ്ഞയക്കണം. ഈ ആഴ്ചക്കാലം ഞങ്ങളുടെ ഇവിടുന്ന് എല്ലാ മേഖലകളിലും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ പ്രത്യേക ആവശ്യങ്ങളും മൂത്തായിരിക്കുന്നവരെ എല്ലാം അങ്ങ് സഹായം യാത്ര ചെയ്തവരെ അങ്ങ് അനുഗ്രഹിക്കണം. സ്മരിക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. മാതാവിന്റെ അവിടുത്തെ സാന്നിധ്യം ഉണ്ടാകണം. കർത്താവിന്റെ ഭവനത്തിന്റെ ക്ലോസിംഗ് ദൈവത്തിന്റെ കൃപ ഉണ്ടാകണം. മറ്റു പ്രിയപ്പെട്ടവരെ ശാരീരികമായി കർത്താവ് ക്ലേശങ്ങൾ ഭാരപ്പെടുന്നവരെ സൗഖ്യമാക്കണം. ഞങ്ങളുടെ ജോലി കാര്യങ്ങൾ കർത്താവിന്റെ കൃപ ഉണ്ടാകണം. പോക്കിലെ ഓരോ വഴി യാത്രകളിൽ കർത്താവെ അപകടങ്ങളും ആപത്തുകളെ വിടുവിച്ച് പരിപാലിക്കണം. കർത്താവ് ഞങ്ങളുടെ ഹൃദയങ്ങളെ കോർത്തിണക്കി ദൈവസഭയിൽ ഹല്ലേലൂയ ആരാധനയും കൂട്ടായ്മയും ഉദ്ധരിക്കുന്ന കൃപയ്ക്കായി സ്തോത്ര ദിവസങ്ങളിൽ യഥാസ്ഥാനപ്പെടുത്തുന്ന ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി ഓരോ കുടുംബങ്ങളുടെ മേലും ഓരോ വ്യക്തി ജീവിതങ്ങളുടെ മേലും വെളിപ്പെടുവാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ആരാധിച്ച് മടങ്ങിപ്പോയ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. അവരെ അനുഗ്രഹിക്കും. ജോലിക്കായി പോയവരുണ്ട്, പലവിധം ആവശ്യങ്ങളും ഉണ്ടായിരിക്കുന്നവരുണ്ട്. അവരായിരിക്കുന്ന സ്ഥാനം അവരെല്ലാം പരിപാലിക്കണം. ഈ രാഷ്ട്രക്കാലം ജയകരമായ ക്രിസ്തീയം നയിപ്പാൻ ഞങ്ങളെ ഏവരെയും സഹായിച്ചാട്ട് ഞങ്ങൾ ഭവനത്തിലേക്ക് മടങ്ങി പോകുമ്പോൾ തിരുസാന്നിധ്യം ഉണ്ടാകണം. ഈ ആഴ്ച എല്ലാ കൂട്ടായ്മകൾ അങ്ങ് അനുഗ്രഹിക്കണം. പ്രതികാല ഞങ്ങളുടെ ഉപവാസ പ്രാർത്ഥനയെ അങ്ങ് അനുഗ്രഹിക്കണം. ദൈവത്തിന് വലിയ വിടുതൽ പ്രാപിപ്പാൻ കർത്താവ് അടുത്ത ആഴ്ച ഇംഗ്ലീഷ് അച്ഛനുമായി ചേർന്ന് ഞങ്ങൾ ആരാധിക്കാൻ ആഗ്രഹിക്കുമ്പോൾ അവിടുത്തെ വലിയ സാന്നിധ്യം ആരാധന വെളിപ്പെടണം. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശു കർത്താവിന്റെ വലിയ നാമം തന്നെ കർത്താവ് പ്രാർത്ഥനയുടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കർത്താവ് യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴിയാണ് പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും കൂട്ടായി നമ്മുടെ നാം ഓർത്ത് പ്രാർത്ഥന വിഷയങ്ങളുടെ ദിവസം എല്ലാ ഭവനങ്ങളോടും ലോകമ്പോട്ടുള്ള സകലവിഷ്ടന്മാരുടെ കൂടെ കർത്താവിന്റെ നാൾ വരെ നീ കൂട്ടായിരിക്കുമാറാകട്ടെ. യേശു ക്രിസ്തു മുഖാന്തരം ഇന്ന് പകൽക്കാലം ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ.